ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന മറ്റൊരു വെബിനാറിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യരുമായിട്ട് സംവദിക്കാതെ, മനുഷ്യരുമായിട്ട് സംസാരിക്കാതെ, അവനെ കേൾക്കാതെ, അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഐസൊലേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂട്ടുകാരുണ്ടാകും, രക്ഷിതാക്കളുണ്ടാകും, അതേപോലെ തന്നെ നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ടാകും. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഇത്തരം ബന്ധങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട കാഴ്ചപ്പാടുകൾ, നമ്മളുടെ സ്ട്രാറ്റജീസ് ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ ഇന്ന് നമ്മളുമായിട്ട് ഡോക്ടർ യൂനുസ് സാറ് അറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്, നേരത്തെ നമ്മൾ ഇവിടെ വിംബിൾ അക്കാദമിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ഫ്രീ വെബിനാർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു നെക്സ്റ്റ്, അതല്ലെങ്കിൽ അതിലെ റിലീസ് അറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിംബിൾ അക്കാദമിയിലെ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്കും കോഴ്സുകൾക്കും ഡോക്ടർ യൂനുസ് സാറ് നേതൃത്വം വഹിച്ചു മുന്നോട്ട് പോകുന്നു. എടപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് മെറ്റേര എന്നുള്ള ഒരു ക്ലിനിക്ക്, അവിടെയാണ് ഡോക്ടർ യൂനുസ് സാറ് വർക്ക് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള കൗൺസിലിംഗ് സെഷനുകൾ, വിശേഷിച്ചും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷനുകളൊക്കെ സാറ് വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ, ആ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന ഡോക്ടർ യൂനുസ് സാറിനും സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊണ്ട് സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂനുസ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് സർ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു നോ യുവർ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ഓൾറെഡി തുടങ്ങി വെച്ചിരുന്നു. ആ ടോപ്പിക്ക് അറ്റൻഡ് ചെയ്തവരും ചെയ്യാത്തവർക്കായിട്ട് ആ ഒരു യൂട്യൂബിൽ തന്നെ അതിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട്, നിർബന്ധമായിട്ട് അത് കാണണം. അപ്പോൾ നോ യുവർ അറ്റാച്ച്മെന്റ്സ്, നമ്മുടെ ലൈഫിൽ നമ്മുടെ അറ്റാച്ച്മെന്റ്സ് എങ്ങനെയൊക്കെയാണ്, എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് നമ്മളുടെ തന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. ബീയിങ് യുവർ സെൽഫ് എന്ന് പറയുന്ന നമ്മളായിട്ടിരിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് വല്ലാത്തൊരു ചോദ്യമാണ് അല്ലെ? എല്ലാവരും പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് എന്നെ പറ്റി തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ ഞാനല്ലാണ്ടായി മാറിയിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്തപ്പോൾ ഞാനല്ലാതെ തുടങ്ങിയിട്ടുണ്ട്, അത് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അതെന്താ സാർ ഉദ്ദേശിച്ചത്? അത് വേറൊരു മീൻസ് നമ്മൾ ഒരാളെ ആശ്രയിക്കണം ലൈഫിൽ ജീവിക്കാൻ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതെ, ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും നമ്മളല്ലാതെ ബീയിങ് യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ പറ്റി നമ്മൾ മറന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ ഞാനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും മക്കൾക്ക് വേണ്ടി ജീവിക്കുക, കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക, സ്നേഹം ഇരച്ചുകൊണ്ടിരിക്കാന്ന് ഞാൻ പറയില്ല, നമ്മളിങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹത്തെ, നമ്മളെ കോൺഫിഡൻസിനെ, നമ്മുടെ ധൈര്യത്തെ. മറ്റൊരാളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ധൈര്യമുള്ളൂ, നീ ഉണ്ടെങ്കിൽ നീയാണ് എൻ്റെ കോൺഫിഡൻസ്, നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുള്ളൂ, നിന്നെ കണ്ടിട്ട് മാത്രമേ ഞാൻ അത് തുടങ്ങിയിട്ടുള്ളത്, നിന്നെ കണ്ടിട്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാതും നമ്മൾ മറ്റൊരാളിലേക്ക് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ റിമോട്ട് മറ്റൊരാളെ കൺട്രോളിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ കൺട്രോൾ നമ്മുടെ ലൈഫിനെ മറ്റൊരാൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിനൊരു വാതിൽ തുറന്നു കൊടുക്കാറുണ്ട്. അതായത് നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ എവിടേക്കോ അറ്റാച്ച്ഡ് ആണെന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ നോ യുവർ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു അറ്റാച്ച്മെന്റ്സിന്റെ സ്റ്റൈലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എങ്ങനെ അറ്റാച്ച്മെന്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും,
നമ്മളിലേക്ക് നമുക്ക് എങ്ങനെ നമ്മളെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് നമ്മളെങ്ങനെ കാണാൻ പറ്റും. നമ്മളെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് നമ്മളെ കാണുക, സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോൾ സെൽഫിഷ്നെസ്സിനെ കൊണ്ടുവരാൻ തോന്നുന്നത്, അല്ലെങ്കിൽ അത് സെൽഫിഷ് അല്ലേ, അല്ലെങ്കിൽ ഞാൻ സെൽഫിഷ് ആയി പോകുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നത് തന്നെ പലപ്പോഴും അറ്റാച്ച്മെന്റ്സിൽ ഇരുന്നുകൊണ്ട് സെൽഫ് ലവിനെ പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് അറ്റാച്ച്മെന്റ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ സെൽഫ് ലവ് കൊണ്ടുവന്നാൽ പലപ്പോഴും നമുക്ക് സെൽഫിഷ് ആവാനേ പറ്റുള്ളൂ, സെൽഫിനെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളായിട്ട് നമ്മൾ എന്തിനോടൊക്കെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിലേക്ക് മാത്രം തിരിയുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സെൽഫിഷ് ആവുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ ആരാണ്, ഞാൻ ആരാണ്, എന്റെ ആത്മാവിലോട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ ആകുന്നതിലൂടെ നമ്മൾ മറ്റുള്ള എനർജിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇത് പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു എനർജി ഷെയറിംഗ് ആണ്. എനർജി ഷെയറിംഗ് എന്ന് പറയുന്നത്, എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഒരു ഇമോഷണൽ എനർജിയാണ് ഷെയർ ചെയ്തുകൊണ്ട്. എന്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ എനർജിയിൽ നിന്ന് എന്റെ കുട്ടിയിലേക്ക് എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റ് പല ആരുടെക്കോ നമ്മൾ അറ്റാച്ച്ഡ് ആയി കിടക്കുന്ന ആരൊക്കെയോ എനർജി നമ്മുടെ എനർജിയുമായിട്ട് ഓവർലാപ്പ് ആയി കിടക്കുന്നു എന്നുള്ളതിൽ അതിനൊക്കെ പൊതുവെ പറയാറുള്ളത്. അതായത് നമ്മുടെ ഒരു എനർജി, നമ്മുടെ ഒരു ഇമോഷണൽ എനർജിയിൽ നമ്മൾ മറ്റുള്ളവരുടെ എനർജി മിക്സ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ മറ്റുള്ളവരുടെ എനർജി നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം മാറിക്കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നിന്നു കൊടുക്കുന്നു. എല്ലാവരും പറയില്ല അവരുടെ സ്ഥാനത്ത് നിന്ന് മാത്രം ചിന്തിക്കുക, അവരുടെ സ്ഥാനത്ത് നിന്ന് മാത്രം ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ നമ്മുടെ സ്ഥാനത്ത് നിന്നും ചിന്തിക്കണം, അവരുടെ സ്ഥാനത്ത് നിന്നും ചിന്തിക്കണം. രണ്ടും നമുക്ക് കൃത്യമായിട്ട് നടക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് ഒരു പ്രോബ്ലം സോൾവിങ് സ്പേസിലോട്ട് നമ്മൾ എത്തുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളെ മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സമയത്ത്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ആയിട്ട് ജീവിക്കുന്ന സമയത്ത്, എപ്പോഴൊക്കെയോ ഞാനാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവും, അല്ലെ? നമുക്ക് എപ്പോഴും നമുക്ക് മറ്റൊരാളുടെ എനർജി, നമ്മൾ മക്കളിലേക്ക് ആയിക്കോട്ടെ, എന്റെ കുട്ടിയാണ് എന്ന് പറയുമ്പോഴും, ഹസ്ബൻഡ് ആയിക്കോട്ടെ, എപ്പോഴും ഹസ്ബൻഡിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് എന്തെങ്കിലും പറ്റുമോ, ഹസ്ബൻഡ് വേറെ ഏതെങ്കിലും ബന്ധത്തിലോട്ട് പോവോ, അല്ലെങ്കിൽ വൈഫ് രണ്ട് ധ്രുവങ്ങളിലാണ്, 2 പോൾസിലാണ്, ഒരാൾ ഗൾഫിലാണ്, ഒരാൾ നാട്ടിലാണെങ്കിൽ എപ്പോഴും ഒരു ചിന്തയാണ്. ഓഫീസിൽ പോയി കഴിഞ്ഞാലും വീട്ടിൽ വന്നാലും അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതെന്താ നടക്കുന്നത്, കുട്ടികൾ സ്കൂളിൽ പോയോ, അതാണ് വൈഫ് ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വൈഫ് എങ്ങനെ വേറെ ആരും സംസാരിക്കുന്നുണ്ടാവോ, ഞാനല്ലാതെ വേറെ ആരെങ്കിലും കണക്റ്റഡ് ആവുന്നുണ്ടാവോ, ഇതൊക്കെയാണ് നമ്മുടെ തോട്ടിൽ വരുന്നതെങ്കിൽ എപ്പോഴും വൈഫ് മാത്രമാണ് ജീവിതം, അവള് കാരണമാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്, ഹസ്ബൻഡ് എന്റെ എന്റെ എല്ലാം ആണ്, എനിക്ക് മാത്രമാണ്, എന്റേത് മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്ന് പറയുന്ന ഒരു സ്പേസിനെ നമ്മൾ മറന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കംപ്ലീറ്റ്ലി കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും അറ്റാച്ച്മെന്റ്സിനെ പറ്റി പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക്, മനുഷ്യന്മാരല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ വേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മളെ മാത്രം ചിന്തിച്ചാൽ മതിയോ, ഇത് നമ്മൾ മാത്രം ചിന്തിക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് തന്നെ നമ്മൾ അറ്റാച്ച്മെന്റിലായതുകൊണ്ട്. ഇത് നമ്മളെ പറ്റി മാത്രമല്ല ഇവിടെ ചിന്തിക്കുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഞാൻ മാത്രം എന്നുള്ളതല്ല, എന്നെ പരിഗണിക്കുക എന്നുള്ളതാണ് ഇവിടെ സെൽഫ് ലവ് ഉദ്ദേശിക്കുന്നത്. എന്നെ പരിഗണിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ പരിഗണിക്കുക, അല്ലാതെ എന്നെ പരിഗണിക്കാതെ ഞാൻ മറ്റുള്ളവരെ മാത്രം പരിഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റോടെ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവരും ഹാപ്പി ആവട്ടെ, അവർക്ക് എന്തെങ്കിലും കിട്ടട്ടെ, എന്റെ ഹെൽത്ത് പോയാലും കുഴപ്പമില്ല, എന്റെ സമയം പോയാലും കുഴപ്പമില്ല, എന്റെ ജോലി പോയാലും കുഴപ്പമില്ല, എന്റെ പൈസ പോയാലും കുഴപ്പമില്ല, അവര് ഹാപ്പി ആവട്ടെ, അവർക്ക് മാത്രം എന്തെങ്കിലും ജീവിക്കട്ടെ, അവര് നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പറയുന്ന അവരിലേക്ക് മാത്രം നമ്മൾ കൊടുക്കുമ്പോൾ അത് അറ്റാച്ച്മെന്റ്സ് ആണ്. കാരണം നമ്മുടെ ഇമോഷണൽ എനർജിയിൽ നമ്മളുടേതായ റിസർവ് ചെയ്തിരിക്കുന്ന, നമ്മുടെ ഇമോഷൻസിന് വാല്യൂ ചെയ്യേണ്ട, നമുക്ക് നമ്മളിലേക്ക് മാത്രം എനർജി ഒഴിക്കേണ്ട ചില സിറ്റുവേഷൻസ് നമ്മൾ മറന്നു പോയിട്ട് നമ്മുടെ എനർജി കൂടെ മറ്റൊരാളിലേക്ക് മാത്രം നമ്മൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ്സ് ആണ്, ഓവർ അറ്റാച്ച്മെന്റിലാണ് നിൽക്കുന്നത്. കാരണം ലൈഫിൽ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല, ഒരു അച്ചീവ്മെന്റ് സിസ്റ്റം ഒന്നും ഇല്ല, ഒരു വിഷണറി ആയിട്ട് ഒരു കാര്യത്തെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല, ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാവില്ല. കാരണം എന്ത് ചെയ്താലും എല്ലാവരും പറയാൻ എന്താ, നടക്കുന്നില്ല. ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ, രാവിലെ ഒന്ന് എണീറ്റ് നടക്കണം, രാവിലെ ഒന്ന് എണീറ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യണം, രാവിലെ മര്യാദയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഫാമിലിയിലും എല്ലായിടത്തും ടൈം കറക്റ്റായി സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റണം, വർക്കിന് വർക്കായിട്ടും ഫാമിലി ആയിട്ടും കാണാൻ പറ്റണം. ഇതൊന്നും പറ്റുന്നില്ല, എവിടെയും ഒന്നും കണക്ട് ആവുന്നില്ല. കാരണം എവിടെ പോയി കഴിഞ്ഞാൽ, ഏത് സ്പേസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ് ആണ്, ഏത് സ്പേസിൽ പോയാലും നമുക്ക് ടെൻഷനാണ്, ഏത് സ്പേസിൽ പോയി കഴിഞ്ഞാൽ ആങ്ഷ്യസ് ആണ്, മറ്റെന്തിനോ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈവൻ ഇപ്പോ ഇന്നൊരു കേസ് വന്നിരുന്നു,
അതിന്റെ അറ്റാച്ച്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെട്ടിപ്പോകും. കാരണം അറ്റാച്ച്ഡ് ആണ് എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ എന്തിനൊക്കെയോ നമുക്കില്ല ലൈഫ് മര്യാദയ്ക്ക് ജീവിച്ച് സന്തോഷിച്ച് നല്ലൊരു മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ എന്നെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, ഞാൻ എന്നിലേക്ക് കെയർ കൊടുക്കാത്തതുകൊണ്ടാണ്, ഞാൻ മറ്റുള്ളതിനെ മാത്രം കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അവിടെ ബ്രേക്ക് ആയി പോകും. അവിടെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ വരും. ഞാൻ എന്നെ മാത്രം നോക്കിയ പിന്നെ മറ്റൊരു കാര്യം നോക്കുക, അവരെങ്ങനെയാ നോക്കുക, ഇവരെങ്ങനെയാ നോക്കുക, മനുഷ്യന്മാരല്ലേ, നമുക്ക് ചെയ്യണ്ടേ, നമുക്ക് നോക്കണ്ടേ, നമ്മുടെ ബാധ്യതയല്ലേ, നമ്മുടെ കടമകളല്ലേ അതൊക്കെ എന്നൊക്കെ പറയുമ്പോഴും മറ്റുള്ളവരെ നോക്കുക എന്ന് മാത്രം ഒരു കടമയാക്കി മാറ്റിയ ആളുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ എപ്പോഴും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, എന്നെ നോക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഇത്രയും കാലം മറ്റെവിടേക്കോ ആണ് അയാൾ ഹാപ്പിനെസ് തേടിയാണ് തോന്നിക്കുന്നത്. അല്ലെ, എനിക്ക് സന്തോഷം ഇയാളാണ് തരുന്നത്. അയാൾ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. എനിക്ക് ഇയാൾ ഉള്ളതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇയാൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്, ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നടക്കുന്നത്. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം അത് ചെയ്യുന്നത്. സാറേ ഞാൻ എവിടെയോ വായിച്ചു, നമ്മള് തലച്ചോറിൽ ഒരു ലഹരി പോലെ പ്രവർത്തിക്കുന്നില്ലേ ഈ ബന്ധങ്ങള്? തീർച്ചയായിട്ടും അത് ഓക്കെ. നമ്മുടെ ലഹരിയായിട്ട് ബന്ധിക്കുക എന്ന് പറയുമ്പോൾ അതാണല്ലോ നമുക്ക് ഫാസ്റ്റേഷൻ വരുന്നത്, അതെ, നമ്മൾ ആഗ്രഹിച്ച തീർച്ചയായിട്ടും പോലെ വരാതെ. നമ്മളെല്ലാതും എക്സ്പെക്ടേഷൻസ്, പൊസസീവ്നെസ് എല്ലാം എങ്ങനെ വരുന്നു എന്നുള്ളത് തന്നെയാണ് അറ്റാച്ച്മെന്റ്സിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. കാരണം എപ്പോഴും നമ്മൾ മറ്റൊരാളിലേക്ക് മാത്രം സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് നമ്മളൊരു ഒരു കാര്യമാണ്. നമ്മൾ റൂമിൽ ലൈറ്റ് സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. നമ്മൾ ആ ഫാനിന്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫാൻ കറങ്ങും. ഇതേപോലെ നമ്മൾ പറയാണ്, നീ എന്നാ ഫാൻ ഇട്ടേ, നീ ഇട്ടാലേ ആ ഫാൻ കറങ്ങുള്ളൂ. അവനിട്ടാ ഫാൻ കറങ്ങുമെങ്കിൽ ഞാൻ ഇട്ടാലും അത് കറങ്ങും. അപ്പോ ഒരാളിലേക്ക് മാത്രം നമ്മൾ കൊടുക്കുക. അയാൾ നമ്മളെ സന്തോഷത്തിന് സ്വിച്ച് അമർത്തിയാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അയാൾ നമ്മുടെ സങ്കടത്തിന്റെ എന്തെങ്കിലും എലമെന്റ് ക്രിയേറ്റ് ചെയ്താലേ എനിക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ സങ്കടത്തിന് കാരണം എന്താ? അയാളാണ്. എനിക്ക് വെറുപ്പുണ്ടാക്കിയതിന് കാരണം എന്താ? അയാളാണ്. എനിക്ക് സന്തോഷം ഉണ്ടാവുന്നത് എന്താ? അയാളാണ്. അത് കാരണമാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അത് കാരണമാണ് ഞാൻ ജീവിക്കുന്നത്. അതിനു വേണ്ടി മാത്രമാണ് ഞാനിപ്പോ സഹിച്ചിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാതും മറ്റൊന്നിനെ വേണ്ടിയിട്ട് മാത്രം. അപ്പൊ ആ മറ്റൊന്നിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്, നമ്മളെ കാണാൻ ശ്രമിക്കുന്നതിലൂടെ, നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിലൂടെയാണ് അതിന് കണക്ഷൻ എന്ന് പറയുന്നത്. അതൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്. അത് വെറും അറ്റാച്ച്മെന്റ് അല്ലാതെ, ഒരു ഓവർ അറ്റാച്ച്മെന്റ് അല്ലാതെ ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്സ് ആണ് നമുക്ക് മനുഷ്യന്മാർക്കിടയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. കാരണം മനുഷ്യന്മാരുടെ ഇടയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, അല്ലെ? മറ്റൊരാളെ മനസ്സിലാക്കാൻ ഇപ്പൊ എന്തത്ര പാട്? നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മറ്റൊരാളെ മനസ്സിലാവും, അല്ലെ? ഇപ്പൊ മലയാളികളാണ്, മലയാളം പറയുന്ന ഒരാളാണ്, നമ്മളെ ഒപ്പോസ് നിൽക്കുന്ന ഒരാൾ നമ്മുടെ അയാൾ വിഷമങ്ങൾ പറയാണ്. എന്താ ഇപ്പൊ ഇത്ര മനസ്സിലാക്കാൻ ഇതിനുള്ളത്? അയാളെ മനസ്സിലാക്കാൻ നമുക്ക് അയാൾ വിഷമം പറയുമ്പോഴത്തേന് മനസ്സിലായി എന്താണ് അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അയാളെ ഉൾക്കൊള്ളാൻ നമുക്ക് എപ്പോഴാണ് പറ്റുക? ഞാൻ എന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമേ എനിക്ക് അയാളെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എന്റെ ഒരാളുടെ പ്രശ്നത്തെ അത് എനിക്ക് മനസ്സിലാക്കി അതിലൂടെ അയാൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ എനിക്ക് എപ്പോഴേ പറ്റുള്ളൂ? ഞാൻ എന്നെ ഫീൽ ചെയ്യുന്ന സമയത്ത്, ഞാൻ എന്നെ കാണുന്ന സമയത്ത്. അല്ലാതെ നമ്മൾ മറ്റൊരാളുടെ സങ്കടം പറയുമ്പോൾ ആ സങ്കടത്തിൽ ലയിച്ചുകൊണ്ട് ആ സങ്കടത്തിന്റെ ഒരു പാർട്ടായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ വിഷമം പറയുമ്പോൾ അയാളുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുക. ആ പങ്കുചേരൽ എന്താ സമയം? പങ്കുചേരുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, മറ്റൊരാളുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേർന്ന് നോക്കണം, അയാളുടെ വിഷമത്തെ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൺവിൻസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ആ വ്യക്തിയിലേക്ക് നമ്മളെ വ്യക്തിത്വത്തെ മറന്നിട്ട് ആ വ്യക്തിയിലേക്ക് നമ്മൾ ലയിച്ചു ചേരുകയാണ്, അല്ലെ? ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഹസ്ബൻഡിന്റെ ഒരു പ്രോബ്ലത്തിലേക്ക് വൈഫ് വല്ലാതെ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവുന്നു, വല്ലാതെ അങ്ങ് ഇറിറ്റേറ്റഡ് ആവുന്നു. അപ്പോൾ ഹസ്ബൻഡിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഹസ്ബൻഡിന് അറിയാം, ചിലപ്പോൾ അയാൾക്ക് അറിയുന്നുണ്ടാവും അയാൾക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു കേസ് വന്നതിന് അങ്ങനത്തെ ഒരു കേസിലായിരുന്നു. അയാൾക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. ഇത് കാരണം വൈഫ് വല്ലാതെ അങ്ങ് എന്താണ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, ഭയങ്കര ദേഷ്യം വരുന്നു. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഒരു ലൈഫ് ഇല്ല, മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല, ഞാൻ തൃപ്തിയില്ല, എനിക്കൊരു തലത്ത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ ഇതെല്ലാം റീസൺ ആരാണ്? ഹസ്ബൻഡാണ്. കാരണം എന്തുകൊണ്ടാ? ഹസ്ബൻഡാണ് എന്റെ ജീവിതം തീരുമാനിച്ചതുകൊണ്ട് അതൊക്കെ പറ്റിയത്. ഹസ്ബൻഡ് മാത്രമാണ് എന്റെ ജീവിതം. അയാൾ സ്വിച്ച് ഇട്ടാലേ എനിക്ക് അതെല്ലാം ഓൺ ആവുള്ളൂ. അയാൾ മര്യാദയ്ക്ക് ജീവിച്ചാലേ എനിക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ. ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചാലേ എനിക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കണം, നമ്മളെ എങ്ങനെ മാറ്റിയെടുക്കണം?
അപ്പൊ ഇവിടെ എപ്പോഴും എന്താണ് ഞാൻ ആ ഒരു ടോപ്പിക്കിന് പറയുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയാ, ഈവൻ കൺവിൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഇത്തരം ആളുകൾ കൺവിൻസ് ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കപ്പിൾസിൽ കാണുമ്പോൾ നമുക്ക് അറിയാലോ, ഇവര് തമ്മിൽ ചിലപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇവര് തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സൊല്യൂഷൻ പറയാൻ തുടങ്ങുകയാണെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇവര് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് ഇവര് സംസാരിക്കുന്ന സമയത്ത് ഇവര് ഉദ്ദേശിച്ച കാര്യമല്ല ഡെലിവറി ചെയ്യുന്നത്. ഇവര് പറയുന്ന കാര്യം ഇതൊക്കെ ഡോക്ടർ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? ഞാൻ എന്റെ അറ്റാച്ച്മെന്റിൽ നിന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ രണ്ടുപേര് എന്നോട് സംസാരിക്കുന്ന സമയത്ത് അവരെ മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ, ഇപ്പോ ഹസ്ബൻഡിന്റെ വിഷമങ്ങള്, ഹസ്ബൻഡിൻ്റെതായ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ട് എന്നോട് ആ ഇമോഷണൽ എനർജിന്ന് എന്നോട് സംസാരിക്കുമ്പോൾ വൈഫിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ വൈഫ് ആ ഇമോഷണൽ എനർജിന്ന് എന്നോട് സംസാരിക്കുന്ന സമയത്ത് അത് ഹസ്ബൻഡിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരുമാണ് സംസാരിക്കുന്നത്, ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരാൾ മറ്റൊരാളിലേക്ക് ലയിച്ചു ചേർന്നിട്ടാണ് സംസാരിക്കുന്നത്. അതായത് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നിന്റെ ഈ ഇഷ്യൂസ് കാരണമാണ്, നിന്റെ ഈ ഒരു വാശി കാരണമാണ്, നിന്റെ ഈ ഒരു പ്രശ്നം കാരണമാണ്, നീ തീരെ കെയർ ചെയ്യാത്തതുകൊണ്ടാണ്, എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ്, ഞാൻ എത്ര തവണ ഈ പറയുന്നുണ്ട്, നീ അത് വാശി പിടിച്ചോണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുക. അപ്പോ ആ ഹേർട്ട് ചെയ്യുന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റും, അക്സെപ്റ്റൻസ് ഇല്ല. കാരണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, കാരണം നമ്മൾ അറ്റാച്ച്മെന്റിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നെ കുറ്റപ്പെടുത്തിയത്. നമ്മളിപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, ഇത്രയും ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. എന്നോട് അങ്ങനെ ഒരു വാക്ക് പറയാനുള്ള ഫ്രീഡം അയാൾക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്ത് സ്നേഹമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്ത് ഫ്രീഡമാണ് അതിനിടയിലുള്ളത്? എന്തും പറയാനുള്ള ഒരു ഫ്രീഡം അവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന് സ്നേഹം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്? അപ്പൊ സ്നേഹം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എന്ത് സംസാരിക്കാം അവിടെ. ചിലപ്പോൾ എന്റെ കുറ്റങ്ങൾ പറയേണ്ടി വരും, എന്റെ അടുത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. ആ നെഗറ്റീവ്സ് അയാൾ കാണിക്കുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അയാളിൽ അറ്റാച്ച്ഡ് ആണ്. അയാളിൽ അറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞാൽ അയാളെ പറ്റി ചിന്തിക്കുക. ചിലപ്പോൾ അത് നമ്മുടെ ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ മദർ ആയിരിക്കും, മക്കളായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. നമ്മൾ നല്ല റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുന്ന ആരെങ്കിലും ഒരാളായിരിക്കും അത്. അപ്പൊ ചില ആള് അറ്റാച്ച്മെന്റ്സ് നമുക്ക് ഒരുപാട് രീതികളാണ് നമ്മൾ ഇതിന് പറയാറില്ല. എപ്പോഴും ചില ആളുകൾ ഈ പറയുന്ന പോലെ എന്താണ്, എനിക്ക് ഇങ്ങനെ സ്നേഹം വേണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും എന്നെ സ്നേഹിക്കണം. നെഗറ്റീവ് മാത്രമാണെങ്കിൽ മനസ്സിലായില്ല. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. നെഗറ്റീവ് ടൈപ്പ് ചെയ്തത് മനസ്സിലായില്ല കേട്ടോ എന്താന്നുള്ളത്. അബ്ദുൾ റൌഫ് പറയുന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുന്നത് നെഗറ്റീവ് മാത്രമാണെങ്കിൽ യെസ്, അതങ്ങനെ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ സ്നേഹം എപ്പോഴും സ്നേഹം കിട്ടുവോ, കരുണ കിട്ടുവോ, എപ്പോഴും നമ്മൾ മറ്റൊരാളിൽ നിന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്നെ സ്നേഹിക്കണം, അവരെന്നോട് കരുണ കാണിക്കണം, അവരെന്നോട് എമ്പതി കാണിക്കണം, അവരെന്നോട് ലവ് കാണിക്കണം, സ്നേഹിക്കണം, പ്രണയിക്കണം. ബട്ട് ഞാൻ അതെങ്ങനെ കൊടുക്കണം, ഞാൻ അതിനെങ്ങനെ സമീപിക്കണം, ഞാൻ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് ആവേണ്ടത്, എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഈ രീതിയിലേക്ക് മാറ്റേണ്ടത് എന്നുള്ളതിനെ പറ്റി സാധാരണ രീതിയിൽ നമ്മുടെ ധാരണയിലില്ല. കാരണം ആ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല തെറ്റിദ്ധാരണകളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ കപ്പിൾസിലെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് മിസ്കമ്മ്യൂണിക്കേഷൻ എന്നും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വരുന്നതെന്ന് എന്താ, അറ്റാച്ച്മെന്റ് കൊണ്ടാ. കാരണം നമ്മൾ എന്താ പറയാ, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാട്ടോ, എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം, എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, എന്ത് വേണമെങ്കിലും എന്നോട് പറയാം എന്ന് പറയുന്ന ഡയലോഗ് അടിക്കുന്ന ഒരാളാണ്. അയാളത് ചിലപ്പോൾ അയാളുടെ എന്തെങ്കിലും വിഷമം പറഞ്ഞാല്, നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ പാടില്ല കേട്ടോ, നമ്മ ഒന്നുമില്ലെങ്കിൽ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിക്കുമ്പോ എവിടേക്കോ നമുക്കൊരു ഫ്രീഡം ഇല്ല. അപ്പൊ ഞാൻ ഒരു സ്റ്റോറി തന്നെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു 2-3 പേര് സുഹൃത്തുക്കളുണ്ട്, ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഒരാളോട് പറയാണ്, ഈ ഒരാളടുത്ത് അവനടുത്ത് നമുക്ക് എങ്ങനെയും പറയാം, അവൻ്റെ അടുത്ത് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ അവനും അത് മനസ്സിലാക്കും. ബാക്കി 2 പേര് അങ്ങനെയല്ല കേട്ടോ, ഓരോരുത്ത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ എടുക്കുക, അത് ഇതിനേക്കാളും ഗുലുമാലാവും. അപ്പൊ ഓനോട് പറയുമ്പോൾ, മറ്റവനോട് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയാം, കാരണം അവനത് മനസ്സിലാവും. മറ്റവരോട് പറയുമ്പോൾ മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? അവരെവിടേക്കോ ആണ് കണക്റ്റഡ് ആയി നിൽക്കുന്നത്, അവരെവിടേക്കോ ആണ് അറ്റാച്ച്ഡ് ആയി കിടക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിലെ അറ്റാച്ച്മെന്റ്സിൽ നിന്ന് മാത്രമാണ് അവർക്ക് ഒരു ചിന്തയെ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അവര് എപ്പോഴും ഒരു കാര്യത്തെ സ്നേഹത്തെ ആയിക്കോട്ടെ, ഓരോ ഇമോഷൻസ് ആയിക്കോട്ടെ, അതിനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊരാൾ ആര് തരും,
നമ്മുടെ ആ ഒരു റിമോട്ട് കൺട്രോൾ വേറെ ആർക്ക് കൊടുക്കണം എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൊടുക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരിത് കൊടുത്തിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ എങ്ങനെ സ്നേഹിപ്പിക്കുന്നത്, എന്നെ എങ്ങനെ സ്നേഹിക്കുന്നത്, എന്നെ എങ്ങനെ സംതൃപ്തിയാക്കുന്നത്. അത് അയാളെ സംതൃപ്തി ആക്കാത്തതുകൊണ്ട് ഞാൻ തൃപ്തിയല്ല, എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്നില്ല. എനിക്ക് ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല, എന്റെ ഫാമിലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല, കുട്ടികളിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഒന്നിനും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുമ്പോഴേക്കും തന്നെ മനസ്സിലാക്കേണ്ടത് അയാളിൽ തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ എന്നിൽ തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ എന്നിൽ തന്നെ പലതരം കാര്യങ്ങൾ അടക്കി വെച്ച് സഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അത്തരം അറ്റാച്ച്മെന്റ്സിനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് അതിനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ മാറ്റേണ്ടത്? അപ്പൊ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, എങ്ങനെ നമുക്ക് ഇതിനൊരു സെൽഫിഷ് അല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ പറയാ, നമ്മളായിട്ട് കാണണമെങ്കിൽ ഒരു സെൽഫ് ലവിനെ നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ നമ്മളെ കാണുക, നമ്മൾ നമ്മളെ അറിയുക എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് സെൽഫിഷ് ആയിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. സെൽഫിഷ് ആവാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അറ്റാച്ച്മെന്റ്സിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചെയ്യുന്ന പ്രാക്ടീസ് സെൽഫിഷ് ആണെന്ന് ചിന്തിച്ചു പോകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലിമിറ്റഡ് ആണ്, ഡിപ്പെൻഡഡ് ആണ്. സോ ആ ഡിപ്പെൻഡൻസിയും ലിമിറ്റേഷൻസും വെച്ചിട്ടാണ് അവരൊരു കാര്യത്തെ പ്രോസസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇന്ന് വന്നൊരു ക്ലയന്റിന്റെ കാര്യം തന്നെ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഒരാളിൽ ഒരു സുപ്പീരിയറിറ്റി ഈഗോ വല്ലാതെ അങ്ങ് വർക്കൗട്ട് ആവുന്നുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് മാത്രമാണ് ശരി. അയാള് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. ആ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഒരു വർഷം ആകുമ്പോഴേക്കിനെ ഇവർക്ക് മനസ്സിലായി ഇതിങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല, ഇത് കുറച്ചു കാലം സെപ്പറേറ്റ് ചെയ്തിരിക്കണം. പക്ഷെ ഈ സെപ്പറേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുമ്പോഴും അവർക്ക് സ്വന്തം വീട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല. സ്വന്തം വീട്ടുകാർ വിളിക്കുന്നുണ്ട്, നീ ഇവിടെ വന്നോ, തൽക്കാലം ഇവിടെ വന്ന് നിന്നോ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാവട്ടെ, നമ്മളൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ട് പോലും ഈ പറയുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വൈഫിന് തിരിച്ച് വീട്ടിലോട്ട് പോയിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്? വേറെ ഒന്നുമല്ല, ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, ഞാൻ ഇനി എന്ത് കാര്യത്തിന് എന്തും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോവുക. കാരണം ഇയാൾക്ക് ഇത് മര്യാദക്ക് വിടാൻ പറ്റുന്നില്ല. കാരണം ഇത് ട്രാപ്പായി കിടക്കുവാണ്. ഞാൻ അയാളിലേക്ക് ലയിച്ചു ചേർന്ന് അയാളുടെ പ്രശ്നത്തെ ഞാൻ എന്റെ പ്രശ്നമാക്കി എടുത്തതോടെ എന്റെ പ്രശ്നത്തെ കാണാനോ എന്നെ കാണാനോ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ അയാളുടെ പ്രശ്നത്തിൽ മാത്രം ഞാൻ ഇരിക്കുക. അയാളുടെ പ്രശ്നത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിൽ സൊല്യൂഷൻ എനിക്ക് കൊണ്ടെത്താൻ പറ്റില്ല. കാരണം അത് അയാളുടെ പ്രശ്നമാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. എന്റെ എനർജീനെ മാത്രമേ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ എനർജിയിൽ മാത്രമേ എനിക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ. എന്റെ ഇമോഷണൽ കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരാളുടെ ഇമോഷണൽ കാര്യത്തെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, അതിന് എനിക്ക് കൺട്രോൾ ഇല്ല എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ അയാളുടെ ചിന്തയിൽ മാത്രം ഇരുത്തി അയാളെ മാത്രം ചിന്തിച്ച്, ഇപ്പൊ ഞാനെപ്പോഴും പറയാറുണ്ട്, ഇത് രണ്ട് പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു അമ്മ കുട്ടി എന്നുള്ള രീതിയിൽ, ഈ കുട്ടി സ്കൂളിൽ പോവാണ്, അമ്മ വീട്ടിൽ നിന്ന് കുട്ടി മര്യാദയ്ക്ക് നല്ലൊരു ഉദ്ദേശത്തോടെ സ്കൂളിൽ പോകുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ഇവിടെ ഇരുന്നിട്ട് എന്റെ കുട്ടി ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യണ്ടാവുക, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചോ, ടീച്ചർമാർ ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു കൊടുത്തോ, എന്തായിരിക്കും ഇപ്പൊ അവസ്ഥ ഉണ്ടാവുക, ഈ കുട്ടിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവിടെ ആ അമ്മേനെ സംബന്ധിച്ചിടത്തോളം അമ്മേൻ്റെതായ ഒരു സമയമാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സമയത്തെ യൂസ് ചെയ്യാതെ കുട്ടി എന്നും പറഞ്ഞിട്ട് എന്റെ കുട്ടി എന്നും പറഞ്ഞാൽ ആ കുട്ടിയിലേക്ക് ഈ എനർജി ഇങ്ങനെ കൊടുക്കുക. ഒരു ഹയർ വൈബ്രേഷന് ലോവർ വൈബ്രേഷനിലോട്ട് ഈ എനർജി ഫ്ലോ ചെയ്ത് തുടങ്ങും. ഈ കുട്ടിയിലേക്ക് ഈ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. കുട്ടിക്ക് ഇവിടെ ഭയങ്കര ഫ്രസ്ട്രേഷൻ തുടങ്ങും. നമ്മൾ വെറുതെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമുക്ക് തന്നെ തോന്നി എന്തോ ഒരു മൂഡ് സ്വിങ്. അപ്പൊ ഇതുവരെ ഭയങ്കര ഹാപ്പി ആയത്, എന്താ പറ്റിയത് എന്താ അറിയില്ല, പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ആരൊക്കെയോ വാതിൽ തുറന്ന് കൊടുത്തിട്ടുണ്ട് നമ്മളിലോട്ട് കയറി വരാൻ. നമ്മൾ ആരോടൊക്കെയോ അറ്റാച്ച്ഡ് ആണ്, നമ്മൾ ആരോടൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ട്. എന്താ അറിയോ, ഞാൻ നിന്റേതാണ്, ഞാൻ നിന്റേത് മാത്രമാണ്, ഞാൻ നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മളുടേതായ ഒരു വ്യക്തിത്വത്തെ മറന്നിട്ട് വേറൊരു ഇൻഡിവിജ്വാലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആവാഹിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കുക. അപ്പൊ അയാളുടെ ചിന്തകളിലെ നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഒരു പ്രോസസ്സ് മാറി തുടങ്ങും. പിന്നെ എല്ലാവരും പറയില്ലേ, ഇത് ഞാനല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഷൗട്ടൊക്കെ ചെയ്യും, ഭയങ്കര ദേഷ്യമൊക്കെ പെട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് സമാധാനപ്പെട്ട് പറയും, ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു, കല്യാണത്തിന് മുമ്പ് ഞാൻ ഇങ്ങനൊന്നുമില്ല, കല്യാണത്തിന് ശേഷം ഇങ്ങനൊക്കെ ആയത്, എനിക്ക് തീരെ ദേഷ്യം ഉണ്ടായില്ല, പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായി. എവിടുന്നാ ഈ ദേഷ്യം വന്നേ? ഞാനല്ലാത്ത ആരുടെക്കോ ഇമോഷൻസിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞാനല്ലാത്ത എന്തിനൊക്കെയോ എന്നെ ഞാൻ ആവാഹിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഞാനല്ലാത്ത ഏതൊക്കെയോ ഒരു ബിഹേവിയർ അവിടെ പുതിയതായിട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട്, ചില ആൾക്കാരൊക്കെ ഞാൻ എന്റെ വിഷമം അയാളുടെ വിഷമം പോലെ അയാൾ നോക്കും,
ഭയങ്കര വലിയ സ്നേഹമായിട്ട് അതിനൊക്കെ പ്രകടിപ്പിക്കുക. സത്യത്തിൽ ഭയങ്കര ട്രാപ്പാണത്, ഭയങ്കര ഒരു പ്രശ്നമാണത്. കാരണം എന്റെ വിഷമത്തെ വേറൊരാൾ അയാളുടെ വിഷമമാക്കി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് നല്ലൊരു കൂട്ടുകെട്ടല്ല, അത് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല. കാരണം അവിടെ 2 പേർക്കും വളർച്ച ഉണ്ടാവാൻ പോകും. എന്റെ പ്രശ്നം എന്റേത് മാത്രമാക്കി എനിക്ക് മാറ്റാൻ പറ്റണം. അതിന്റെ സൊല്യൂഷൻ എനിക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് അതിനെ സജസ്റ്റ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരിക്കലും എന്റെ പ്രശ്നത്തെ അയാളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അയാൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അതൊരാൾക്കും പറ്റില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സൈക്കോളജിസ്റ്റുമാരൊക്കെ ഇവിടെ നിന്നിരിക്കും, നമ്മുടെ എക്സ്പേർട്ടിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ഇമോഷൻ അല്ലാത്ത ഒരു വിഷയത്തെ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സൊല്യൂഷൻ, കൃത്യമായ ഡിസിഷൻ മേക്കിംഗ് കിട്ടുള്ളൂ. നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ക്ലയന്റ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും വല്ലാണ്ട് സങ്കടം വരുമ്പോൾ നമ്മളും ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഇവള് പറയുന്നൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഇവൻ പറയുന്നൊക്കെ ശരിയാണ്. അപ്പൊ ഇവള് പറയുന്നത് മാത്രം ശരിയെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് അവളിലേക്ക് മാത്രം അറ്റാച്ച്ഡ് ആകുമ്പോൾ ചിലപ്പോൾ അവൾക്കുമായി ബന്ധപ്പെട്ട നല്ലൊരു ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുക. ചിലപ്പോൾ യഥാർത്ഥത്തിൽ സത്യം അവന്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇമോഷണലായിട്ട് നമ്മുടെ എനർജി അയാളിലേക്കും പോയി, അയാളുടെ എനർജി നമ്മളിലോട്ടും വന്നു. ആകെ ഗുലുമാലാവും ഈ പരിപാടി. കാരണം നമ്മളിലേക്ക് എംപത്തറ്റിക്കലായി മാറുക, എമ്പതി ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു കണക്ഷനിലൂടെ എമ്പതി ആയിരിക്കണം, അറ്റാച്ച്മെന്റിലൂടെ എമ്പതി ആവാൻ പാടില്ല. അറ്റാച്ച്മെന്റിലൂടെ എമ്പതി ആവുമ്പോൾ നമ്മുടെ ഫീലിംഗ് കംപ്ലീറ്റ്ലി അങ്ങോട്ടേക്കും പോകും, അയാളുടെ ഫീലിംഗ് മൊത്തം ഇങ്ങോട്ടേക്കും വരും. എന്നിട്ട് ഇത് മാത്രമാണ് സത്യം എന്നുള്ള അയാൾ വിചാരിക്കുന്ന പോലെ നമ്മൾ അങ്ങ് പ്രൂവ് ചെയ്യും, ഇതാണ് ശരി, അതുകൊണ്ട് തൽക്കാലം ഈ ഡിവോഴ്സ് ചെയ്തളാ, അല്ലെങ്കിൽ തൽക്കാലം നിന്നെ കൊണ്ട് നിങ്ങൾ കൂടണ്ട, ഓനിപ്പോ എന്തോ ആയിക്കോട്ടെ, ഓൻ അങ്ങനെ പ്രശ്നം. ചിലപ്പോൾ ആ സൈഡ് കേൾക്കാൻ പോലും ഒരു പക്ഷെ നമുക്ക് ഒരു 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 എന്താ പറയാ ഒരു ആഗ്രഹം തോന്നൂല. കാരണം ഇവൾ പറയുന്നതെല്ലാം നമ്മൾ കൺവിൻസ്ഡ് ആയി. കാരണം ഇതാണ് ഇവിടെ അറ്റാച്ച്മെന്റ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇമോഷണലി വീക്കായ ആളുകൾക്ക് പെട്ടെന്ന് അത്തരം എനർജികൾ ആവാഹിക്കാൻ പറ്റും. അവരുടെ നമ്മളിങ്ങനെ സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമായിരിക്കും, കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടാവും. അവരൊക്കെ ഇമോഷണലി വീക്ക് ആണെന്ന് ചില ആളുകൾ പറഞ്ഞു. അങ്ങനെ ഇമോഷണൽ വീക്കായ ആളുകളാണ് പെട്ടെന്ന് അങ്ങനെ കരയുക. അങ്ങനെ കരയുന്നതിന് ഒരുപാട് റീസൺ ഉണ്ട്. ഒന്ന്, എമ്പതി എന്ന് പറയുന്ന, നോർമലി നമ്മൾ മിറർ ന്യൂറോൺസിലൂടെ മറ്റൊരാളുടെ ഒരു ഇമോഷൻസിനെ നമ്മുടെ ഇമോഷൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചില സമയത്ത്. ആ ഇമോഷൻസ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനും നമുക്ക് അതിനെ ചോയ്സ് ചെയ്യാനും വകുപ്പുണ്ട്. നമുക്കതിനെ തിരുത്തിയിട്ട് ഇതൊരു സിനിമയാണ്, ഇതിനിപ്പോ എത്ര ഇമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയം ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അതൊന്നും തോന്നൂല. ആ ഒരു സീന് കാണുമ്പോൾ നമ്മൾ അതിൽ അഭിനയിച്ച പോലെ, നമ്മൾ ലൈഫിൽ നമ്മൾ അനുഭവിച്ചതുപോലെ നമ്മൾ അതിൽ ചിലപ്പോൾ കരയും, ഭയങ്കരമായ സങ്കടം ഉണ്ടാവും. ഒരു സിനിമ കാണുമ്പോഴേക്കും നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും. ഇതേപോലെ തന്നെ ഒരു സമൂഹ ഒരു വിവാഹത്തിലോ കുട്ടികളുടെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായ വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഞാൻ പറയാനുള്ള ഒരു എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പ് വരെ വരുന്നത് ബിക്കോസ് ഓഫ് ദ ഡ്രാഗിങ് ഓഫ് ലവ് ആൻഡ് കെയർ. ഒരു സ്നേഹവും കെയറും വല്ലാണ്ട് അങ്ങ് കൊടുക്കുമ്പോഴേ നമുക്ക് ഇയാളുടെ മാത്രമേ ഇത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ, വേറെ ദുനിയാവെന്ന് വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഇത് ഇന്റേതാണ്, ഇന്നെ സ്നേഹിക്കാൻ ഇങ്ങനെ ഒരാൾ ഈ ലോകത്തുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ആഗ്രഹിച്ച പോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഒരു കാമുകന്മാര് പറയുമ്പോഴും ഒരു എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന ആളുകളൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് അറ്റാച്ച്മെന്റ്സ് ആണ്. കാരണം അറ്റാച്ച്മെന്റ്സിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കാൻ ആരൊക്കെയോ ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എവിടെയും സംതൃപ്തി ഉണ്ടാവില്ല. കാരണം അയാൾ ഒരു വിവാഹം കഴിച്ച് അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ സ്നേഹിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അയാൾക്കും അയാൾ ഈ പറയുന്ന പോലെ രണ്ടുപേരും ആ രീതിയിലുള്ള ചിന്താഗതിയിലല്ലെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹം തേടുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്നേഹം കിട്ടുന്നില്ല. അയാൾക്ക് സ്നേഹം കിട്ടാത്തടത്തോളം കാലം അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ അയാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആരെങ്കിലും ബിരുദന്മാർ സൈഡിൽ കിടക്കുന്നുണ്ടാവും. അങ്ങനെ അവര് വരും, ഞാൻ സ്നേഹം തരാം, എത്ര സ്നേഹം വേണമെങ്കിലും ഞാൻ തരാം, എന്ത് കരുണ വേണമെങ്കിലും ഞാൻ തരാം, എത്ര ദയ വേണമെങ്കിലും എന്റെ ഹോൾസെയിലായിട്ട് എന്റെ കയ്യിലുണ്ട്, എത്ര വേണേലും തരാം. അങ്ങനെ കെയറോളികളായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർ വന്ന് കെയർ കൊടുക്കുമ്പോഴേക്കും നമുക്ക് തോന്നും ഇതാണ് യഥാർത്ഥ സ്നേഹം, ഞാൻ ആഗ്രഹിച്ച സ്നേഹം ഇതാണ് എന്നും പറഞ്ഞിട്ട് അതിന് പിന്നാലെ പോകും. കാരണം എന്നിലേക്ക് നോക്കാൻ ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്റെ പർപ്പസ് എന്താണ്, എന്റെ വിഷൻ എങ്ങനെയാണ് ലൈഫിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്റെ വിഷൻ എങ്ങനെയാണ്, ഒരു ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ലൈഫിലെ ഒരു പരിധിയിലുള്ള ഒരു പ്രസന്റിനെ മനസ്സിലാക്കി ഒരു മൈൻഡ്ഫുൾ ആക്കി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു സാധനത്തെ കൊണ്ടുവരാനൊന്നും ഇയാൾക്ക് പറ്റൂല. കാരണം ഇയാൾ അറ്റാച്ച്ഡ് ടു സംവൺ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ടു സംതിങ് അല്ലെ. ആ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ട് എന്തിലേക്കൊക്കെയോ വേറെ എന്തൊക്കെയോ വ്യക്തിത്വത്തെ നമ്മൾ ആവാഹിക്കണം.
അപ്പൊ ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഏകദേശം നമ്മൾ പറയുന്ന എല്ലാ ടോപ്പിക്കിലും ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്യുക, ഒരു അറ്റാച്ച്മെന്റ്സിന് നമ്മൾ റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും തന്നെ ഇവിടെ ഞാൻ ആ പറയുന്ന വാക്കിന് ഇമോഷണൽ ഹാക്കിംഗ് സ്പേസ് എന്നാണ് പറയാറുള്ളത്. കാരണം ഇമോഷണൽ ഹാക്കിംഗ് സ്പേസ് ആണത്. ഇനി എനിക്ക് മറ്റൊരാളുടെ ട്യൂൺ ചെയ്തിട്ട് അയാളെ ഇമോഷൻസിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അയാളെ സ്നേഹിക്കുന്ന രീതി, അയാൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക സ്നേഹത്തെ, എനിക്ക് അയാളെ സ്നേഹിച്ച് അയാളെ വലയിലാക്കിയിട്ട് അയാൾക്ക് കുറച്ച് പണി കൊടുക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റും. കാരണം അയാൾ അറ്റാച്ച്മെന്റ്സിൽ നിൽക്കുന്ന ആളുകളെ പറ്റിക്കാൻ സിമ്പിൾ ആണ്. അറ്റാച്ച്മെന്റിൽ നിൽക്കുന്ന ആളുകളെ വിശ്വസിപ്പിക്കാൻ സിമ്പിൾ ആണ്. അറ്റാച്ച്മെന്റ്സിൽ നിൽക്കുന്ന ആളുകളെ എന്തും ചെയ്യാം. കാരണം അവര് ഓപ്പൺ ഡോർ ആയിട്ട് ഇരിക്കുക. ആർക്ക് വേണമെങ്കിൽ കയറി ചെല്ലാം, ആർക്ക് വേണമെങ്കിൽ പണി കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ പറ്റിക്കാം, ആർക്ക് വേണമെങ്കിൽ ചതിക്കാം, ആർക്ക് വേണമെങ്കിൽ സ്നേഹിക്കാം, ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ചെയ്യാം. അങ്ങനെ അറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കുക. കാരണം എവിടുന്നാ കിട്ടുക എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് കിട്ടുന്നില്ല, ഞാൻ ആഗ്രഹിച്ചൊന്നും കിട്ടുന്നില്ല, പിന്നെ കിട്ടുന്നോടത്തേക്ക് മാറുക എന്നുള്ളതാണ്. ആ എനർജി വരുന്നോടത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അപ്പോഴും മനസ്സിലാക്കാത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ എന്നെയാണ് കാണേണ്ടത് എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവർക്ക് ഇപ്പോ ഒരു കാര്യം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴാണ് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുക? ഐ ആം ഇനഫ് ഫോർ മീ. ഇതിൽ ഏറ്റവും എങ്ങനെ അറ്റാച്ച്മെന്റ്സ് റിലീസ് ചെയ്യാം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐ ആം ഇനഫ് ഫോർ മീ. എനിക്ക് മതി, എനിക്ക് ഞാൻ തന്നെ മതി. എന്റെ പ്രശ്നങ്ങളെ കാണാൻ ഞാൻ തന്നെ മതി. കാരണം ഞാനല്ലാതെ അയാൾ ഉണ്ടെങ്കിൽ എന്റെ പ്രശ്നം മാറുന്നു. അല്ലെ, നമ്മളൊരു സൈക്കോളജിസ്റ്റിന് പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ ക്ലയന്റ് ഇരിക്കുമ്പോഴും അയാൾ കോപ്പറേറ്റ് ചെയ്യാതെ നമുക്ക് അയാളിൽ ഒരു മാറ്റം വരുത്താൻ പോകുന്നില്ല. അയാൾ മനസ്സിലാക്കാത്തടത്തോളം നമുക്ക് അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. സോ അയാളെ അക്സെപ്റ്റ് ചെയ്യുക. അയാൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുള്ളൂ, ഐ ആം ഇനഫ് ഫോർ മീ, എനിക്ക് ഞാൻ തന്നെ മതി. പിന്നെയാണ് അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ സജഷൻ കൃത്യമാവുള്ളൂ. നമ്മളൊരു സജഷൻ കൊടുക്കുകയാണ്, ഒരു CBT ചെയ്യാണ്, നമ്മൾ മുമ്പ് വെക്കുന്ന ഒരാൾ ഭയങ്കര അറ്റാച്ച്മെന്റിലാണ്, അയാൾക്ക് വർക്കൗട്ട് ആവില്ല. കാരണം അയാൾ ഇവിടെ ഇരിക്കുമ്പോഴും അയാൾ വേറെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. അയാൾ നമ്മുടെ മുമ്പിൽ ശാരീരികമായിട്ട് ഇരിക്കുമ്പോഴും മാനസികമായിട്ട് വേറെ എവിടെയൊക്കെയാണ്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ വേറെ എന്തൊക്കെയാണ്. അപ്പൊ ഐ ആം ഇനഫ് ഫോർ മീ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ, കാരണം ഐ ആം ഇനഫ് ഫോർ മീ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോഴും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്റെ കോൺഫിഡൻസ് ഇല്ലാട്ടോ, ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്, എന്റെ കോൺഫിഡൻസ് ഇല്ല, യു ആർ മൈ കോൺഫിഡൻസ്. ഭയങ്കര ഒരു വാക്കാണ്, ഭയങ്കര സന്തോഷം തരുന്ന വാക്കുകളാണൊക്കെ, യു ആർ മൈ കോൺഫിഡൻസ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ട്രാപ്പാണ്. നാശത്തിലേക്കാണ് നീ പോകുന്നതെന്ന് പറയുന്ന പോലെ അത്രയും വലിയൊരു സാധനമാണ് നീയാണ് എന്റെ കോൺഫിഡൻസ്. നമുക്ക് പിന്നെ ബാധ്യതയായി തുടങ്ങും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കാറ് നമ്മൾ മേടിച്ചിട്ട് നമുക്ക് ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാ, നമ്മൾ വേറൊരാൾ വിളിച്ചിട്ട് എന്നെ അവിടെ ഒന്ന് ആക്കി തരുമോ, അയാൾ വന്ന് നമ്മൾ ആക്കി തരും, എന്നിട്ട് അയാൾ അങ്ങ് പോകും. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട്, നമുക്ക് വേണ്ടി നിൽക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം നമ്മൾ വിളിക്കും ഇയാൾ വിളിക്കും, ഇയാൾ വരും, ഇവിടുന്ന് ബസ് കയറി കഷ്ടപ്പെട്ട് ഇയാൾ വരും, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആയി കൊടുക്കുന്നു, അവിടുന്ന് അങ്ങോട്ടേക്ക് ആയി കൊടുക്കുന്നു, ഇങ്ങനെ കറക്കിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് എത്തിച്ചേരുന്നു, ഇയാൾ വീണ്ടും പോകുന്നു. ഇതൊരു 3-4 ദിവസം ആകുമ്പോഴേക്കും അയാൾക്ക് മടുപ്പ് വരും. ഈ ഫസ്റ്റത്തെ വിളിക്കുക ചിലപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായിക്കാരം, രണ്ടാമത് അയാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അയാൾക്ക് അന്ന് സന്തോഷം ഉണ്ടാവും, മൂന്നാമത് നാലാമതാകുമ്പോൾ ഇയാൾക്കൊരു മടുപ്പ് വന്നു തുടങ്ങും. ഇതിപ്പോ എല്ലാത്തിനും എന്നെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ, എല്ലാം സ്വന്തം ചെയ്താൽ പോരെ അല്ലെ? ഹസ്ബൻഡ് വൈഫിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. എല്ലാതും ഇങ്ങനെ എന്നോട് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്ന, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്തോ, അത് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഹെൽപ്പ് ചോദിക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എന്റെ കോൺഫിഡൻസ് വേറൊരാളാണ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ കോൺഫിഡൻസ് മറ്റൊരാളാണ് എന്റെ കോൺഫിഡൻസ്, ഞാനല്ല. മറ്റൊരാളുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് ഞാൻ തന്നെയാണെന്നൊരു ബോധ്യം എനിക്കില്ല, അല്ലെ? മറ്റൊരാള് നീ സ്വിച്ച് ഇട്ടാൽ ഇത് കറങ്ങുള്ളൂ, അതുകൊണ്ട് നീ സ്വിച്ച് ഇട്ടാൽ മതി, എപ്പോഴും നീ സ്വിച്ച് ഇടുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ സ്വിച്ച് ഇട്ടാലും കറങ്ങും, ആരിട്ടാലും കറങ്ങുന്ന ഒരു സാധനം ഫാന്. അപ്പൊ നമ്മൾ ഇടേണ്ട സാധനം നമ്മൾ തന്നെ ഇടണം. വേറൊരാൾ വന്ന് ഇട്ട് തന്നു കഴിഞ്ഞാല് നമുക്കത് ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും. പക്ഷെ കുറെ ദിവസമായിട്ട് വന്ന് ഇടുമ്പോഴേ അയാൾക്കും മടുക്കും, മെല്ലെ മെല്ലെ നമുക്കും മടുത്തു തുടങ്ങും. അങ്ങനെയാണ് ആ ബന്ധങ്ങൾ മടുപ്പുകൾ വരുന്നത്. കാരണം തൃപ്തിയല്ല, സ്നേഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, കരുണ ആഗ്രഹിച്ചുകൊണ്ട്, എപ്പോഴും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു എക്സിക്യൂഷൻ ലെവലിലോട്ട് ഞാൻ എന്നെ പറ്റി ചിന്തിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു രൂപം കറക്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കോൺഫിഡൻസ് ആവുക, യു ആർ മൈ കോൺഫിഡൻസ്. മറ്റൊരാൾ എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്ന പകരം മൈ സെൽഫ്, എന്റെ സെൽഫിലേക്ക് ഞാൻ എന്നെ കാണുമ്പോൾ, എന്റെ ട്രൂ സെൽഫിനെ ഞാൻ എംപവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്നതിലൂടെ ഞാൻ കോൺഫിഡന്റ് ആയി മാറുന്നു.
അതാണ് ഐ ആം ഇനഫ് ഫോർ മീ. ഞാൻ എനിക്ക് മതി. അപ്പൊ ഞാൻ ഐ ആം ഇനഫ് ഫോർ മീ എന്ന് പറയുമ്പോഴേക്കും തന്നെ ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അതാണ് ശരിക്കും യഥാർത്ഥ സെൽഫ് ലവ് എന്റെ ടൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സെൽഫ് ലവ് എന്ന് പറയുമ്പോഴേക്കും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാള് എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, എനിക്ക് അതിന് അഡ്വൈസ് ചോദിക്കാം, ഒപ്പീനിയൻ ചോദിക്കാം, സജഷൻ ചോദിക്കാം. പക്ഷെ ചെയ്യേണ്ട ആൾ ഞാൻ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഞാൻ തന്നെയാണ് അതിന്റെ പണികൾ എടുക്കേണ്ടത്. ഞാൻ തന്നെയാണ് പരിഹാരത്തെ കണ്ടെത്തേണ്ടത്. അല്ലാതെ വേറൊരാൾക്ക് ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരാളില് അയാൾ ഡോക്ടറെ ഇവിടുന്ന് ശരിയാക്കി തരട്ടോ, ഡോക്ടറെ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്, ഡോക്ടറെ മാത്രം മനസ്സിലാക്കിയിട്ടാണ്, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, പല സ്ഥലത്തും പോയി എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ചോദിക്കുന്ന കാര്യം, ഇത്രയും സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തത്? ആ ചോദ്യത്തിന് ആർക്കും ഉത്തരം ഉണ്ടാവില്ല. കാരണം ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവരെന്തൊക്കെയോ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ ചെയ്തു. അപ്പൊ ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തിലോട്ട് അയാൾ എത്തിയിട്ടില്ല. ഞാൻ പറയുന്നത്, ഞാൻ എന്താണോ ഡോക്ടർ, ഒരു സൈക്കോളജിസ്റ്റ് എന്താണ് പറയുന്നത് അതുപോലെ ഞാൻ ചെയ്തോളാം, ഒരു ഡോക്ടർ പറയുന്ന പോലെ ഞാൻ ജീവിച്ചോളാം. ഡോക്ടർ പറയുന്ന പോലെ ജീവിക്കാനല്ല ഒരു മനുഷ്യനാണ്. ഡോക്ടർ ഒരു മനുഷ്യനാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഡോക്ടറത്തോട് വരും. ഞാൻ എപ്പോഴും പറയാം, എന്റെ പേഷ്യൻസിനോട് പറയാറുണ്ട്, ഞാൻ തന്നു എന്നുള്ളതുകൊണ്ട് ഇത് വിഴുങ്ങി പോയരുത്. എന്താണ്, എങ്ങനെയാണ്, എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഞാനൊരു മനുഷ്യനാണ്. ഞാൻ ഇതിനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാനും വിട്ടുപോകാൻ സാധ്യതകളുണ്ട്. അപ്പൊ എന്നെ മാത്രം ആശ്രയിച്ചിട്ട് ഒരു ഡോക്ടറെ കണ്ടു ഇനിയൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കാൻ പാടില്ല. സ്വന്തം തല ഒന്നൊന്ന് ആലോചിച്ച് തുടങ്ങണം. നമ്മൾ തലയിൽ നിന്ന് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കുറച്ച് സമയം ചെലവാക്കണം. നമ്മൾ സെൽഫിന് വേണ്ടി നമ്മൾ സമയം ചെലവാക്കണം. അപ്പൊ ഡോക്ടർ, ഞാൻ എപ്പോഴും പറയാറുള്ള ഏത് രോഗികൾ വരുന്ന സമയത്തും ഏത് രോഗത്തിനും മാനസികമായിട്ടും ശാരീരികമായിട്ടോട്ടെ അവരെ കാണാനുള്ള ഒരു സ്പേസ് ആണ് ആദ്യം കൊടുക്കുന്നത്. അവരെ കാണാൻ. അപ്പോഴാണ് ഐ ആം ഇനഫ് ഫോർ മീ എന്ന് പറയുന്നത്. മറ്റൊരാൾ എന്നെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? കുട്ടികളെ വളർത്തുന്നതന്നെ എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഹസ്ബൻഡിനെ ഞാൻ നോക്കുന്നത് ഹസ്ബൻഡ് എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മറ്റൊരാളെ സഹായിക്കുന്നത് അയാൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസ് ആയി മാറി, അല്ലെ? കുറെ ആളുകൾ ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ ഈ ചോദിക്കുന്നത്? ആരെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ തിരിച്ച് അങ്ങോട്ട് ഹെൽപ്പ് ചോദിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. നമുക്ക് നമ്മളെ കാണുക എന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ക്രോളിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുക. ആ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ സമയത്തെയും നമ്മളത്തെയും ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം എന്ന എന്നെ ഞാൻ ഇല്ലാതാക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം നമ്മൾ തീരുമാനിക്കുമ്പോൾ കഷ്ടപ്പാട് തീരുമാനിച്ചിരിക്കുക നമ്മൾ. ഞാൻ കഷ്ടപ്പെട്ടോളാം, ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചോളാം, അറ്റാച്ച്മെന്റ്സിൽ തന്നെ ജീവിച്ചോളാം, കുഴപ്പമില്ല. കാരണം അറ്റാച്ച്മെന്റ്സ് വിടാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിക്കാൻ എനിക്ക് നിർത്താൻ താല്പര്യമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പിലുള്ള സംബന്ധിച്ചോളം എങ്ങനെയൊക്കെയോ വന്ന് പെട്ടതാ, എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ശരിയില്ലാന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ഒഴിവാക്കാൻ പറ്റുന്ന തലയിലായി പോയിട്ടുണ്ട്. അല്ല, ചില ആൾക്കാർ പറയാം അത് തലയിലായി പോയിട്ടുണ്ട്, ഇത് ശരിഞ്ഞു പോകാൻ പറ്റുന്നത് എന്റെ തലയിൽ പിടിച്ചിട്ടുണ്ട്, എനിക്ക് വിടാൻ പറ്റുന്നില്ല. ഇമോഷണൽ എനർജി ഓൾറെഡി ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. മറ്റൊരാളാണ് ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, മറ്റൊരാളാണ് എനിക്ക് സ്നേഹം തരുന്നത്. ആ സ്നേഹം എനിക്ക് ഒഴിവാക്കിയിട്ട് എനിക്ക് എന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. എല്ലാരും പറയുന്ന വാക്കാണ് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എന്തുകൊണ്ടാ പറ്റാത്തത്? സെൽഫിനെ കാണാനായിട്ട് പറ്റുന്നില്ല. ഐ ആം ഇനഫ് ഫോർ മീ. ഞാനാണ്, എനിക്ക് ഞാൻ തന്നെ മതി. മറ്റാളുകളെല്ലാം, ഈ ലോകത്ത് ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാരും നമ്മളിലേക്ക് ലയിച്ചു ചേരാനോ നമ്മൾ അവരിലേക്ക് ലയിച്ചു ചേരാനോ അല്ല ജീവിക്കുന്നത്. നമ്മളെ മനസ്സിലാക്കി മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അവിടെ കണക്റ്റഡ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കണക്ഷൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ സെൽഫിനെ മീറ്റ് ചെയ്തിട്ട്, സെൽഫിനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ സെൽഫിനെ കാണാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ എന്താ വേറൊരു യൂണിവേഴ്സിലാണ് നമ്മൾ നിൽക്കുക, അല്ലെ? നമ്മളൊരു ഗിൽറ്റ് ഫീൽ ചെയ്ത് തുടങ്ങും. നമ്മൾ ചിലപ്പോൾ കുറെ ആളുകൾക്കുണ്ടല്ലേ ഈ പറയുന്ന എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രണയം ആയിക്കോട്ടെ, ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആദ്യം തോന്നുന്നൊരു കാര്യമുണ്ട്, അല്ലെ? എന്തിനാ ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചത്? വേണ്ടില്ലായിരുന്നു. എന്തിനാ ഞാനിപ്പോ ഈ പ്രണയം ഉണ്ടായത്? വേണ്ടില്ലായിരുന്നു. എന്തിനാ ഇപ്പൊ കുട്ടി ഉണ്ടായത്? വേണ്ടില്ലായിരുന്നു. കാരണം ഇതൊക്കെ റെസ്പോൺസിബിൾ ആയി തുടങ്ങിയപ്പോ, ചലഞ്ചിങ് ആയി തുടങ്ങിയപ്പോ എവിടൊക്കെയോ മടുപ്പ് വന്നു തുടങ്ങി. കാരണം എന്താ? ഇതെല്ലാം തുടങ്ങിയത് ഇന്റൻഷൻ എന്തായിരുന്നു? മറ്റൊരാളാണ് എന്റെ കോൺഫിഡൻസ്, മറ്റൊരാളാണ് എന്നെ സ്നേഹിക്കേണ്ടത്, മറ്റൊരാളാണ് എനിക്ക് തൃപ്തി തരേണ്ടത്. ഈ ഒരു ഇന്റൻഷനിൽ അതൊക്കെ മുന്നോട്ട് പോയത്. ആ ഇന്റൻഷനിൽ മുന്നോട്ട് പോയപ്പോ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ എവിടേക്കോ ബ്രേക്ക് ആവാൻ തുടങ്ങി. എന്നും ഇങ്ങനെ അയാൾ നമുക്ക് സ്വിച്ച് ഇട്ട് തരൂല.
ഇടയ്ക്കൊക്കെ നമ്മൾ തന്നെ പോയി സ്വിച്ച് ഇടേണ്ടി വരും. പക്ഷെ ഇത് തെറ്റിപ്പോയി. എന്നും അയാൾ വന്ന് സ്വിച്ച് ഇട്ടിരുന്ന ഒരു തീരുമാനം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കൊക്കെ അയാൾ സ്വിച്ച് ഇടാതായപ്പോ എന്റെ പ്രശ്നം തുടങ്ങി. എന്താ എനിക്ക് ചെയ്യാതിരുന്നത്? എനിക്ക് മാത്രം ചെയ്തു തരാൻ പറ്റുള്ളൂ, വേറെ ആരും നോക്കാൻ പാടില്ല, വേറെ ആരോടും സംസാരിക്കാൻ പാടില്ല, എന്നോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, എനിക്ക് മാത്രമേ സ്വിച്ച് ഇടാൻ പാടുള്ളൂ, എനിക്ക് മാത്രമേ ചെയ്തു തരാൻ പാടുള്ളൂ. പോസസീവ് ആയി തുടങ്ങണം. ചിലപ്പോൾ മാതാപിതാക്കളോട് പോലും സ്നേഹിക്കുന്നത് പറ്റി തുടങ്ങില്ല. കാരണം എന്നെ മാത്രം സ്നേഹിക്കുക. ആൾക്കാർ സ്നേഹത്തെ കംപ്ലീറ്റ് ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാഗ്നറ്റിക് സിസ്റ്റം, കാന്തിക വലയം, അട്രാക്ഷന് ഞാൻ എന്നിലേക്ക് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറയുന്ന നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരെ ബിൽഡ് ചെയ്യുന്നത് ഈ എക്സ്ട്രീം ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സിൽ നിന്നാണ്. അപ്പോൾ ഈ അറ്റാച്ച്മെന്റ്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് പോയിന്റിലേക്ക്, ഒരു നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനാകെ ഒരു ഡോറേ ഉള്ളൂ, സെൽഫ് എന്ന് പറയുന്നത്. കാരണം എപ്പോഴും ഇതിനെ ഞാൻ എപ്പോഴും പറയും, ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റുന്ന കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. ഞാൻ അറ്റാച്ച്മെന്റ്സിൽ തന്നെ ആണോ? ഇപ്പൊ നമ്മളിതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഞാനിപ്പോ നിങ്ങളടുത്ത് പറയുന്നേ ഉള്ളൂ, നിങ്ങളെല്ലാം നിങ്ങളെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളെല്ലാവരും നമ്മളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വേറെ ആരെയും മനസ്സിലോട്ട് നമുക്ക് വരൂല. കാരണം നമ്മൾ തന്നെ ലൈഫിൽ എവിടേക്കോ അറ്റാച്ച്ഡ് ആയി കിടക്കുക. അപ്പൊ ഈ അറ്റാച്ച്മെന്റ്സ് നമുക്ക് സെൽഫിനെ കണ്ടെത്തി നമ്മളിലേക്ക് ഇറങ്ങി ചെല്ലാൻ നമുക്ക് പറ്റാത്തത് നമ്മൾ അത്രത്തോളം അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര കെട്ടിപ്പണഞ്ഞിരിക്കുവാണ്. ആ കെട്ടിപ്പണഞ്ഞ് അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ഞാൻ എന്നെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. അപ്പോഴേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ. അതുവരെ നമ്മൾ സ്നേഹിക്കല്ല ചെയ്യുന്നത്, അവരെ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യുന്നത്, സംരക്ഷിക്കുക ചെയ്യുന്നത്. എവിടേക്കും വിട്ടുകൊടുക്കൂല. ഇത് എന്റേത് മാത്രമാണ്, എന്റെ കുട്ടികൾ എന്റേത് മാത്രമാണ്, ആർക്കും കൊടുക്കൂല, കെട്ടിയോനും കൊടുക്കൂല, മക്കൾക്കും കൊടുക്കൂല. ഇപ്പൊ ചില ഒരു കേസിൽ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു കപ്പിൾ കേസിലായിരുന്നു. ഒരു കുട്ടി ജനിച്ച സമയത്ത് ഈ മദർ എന്ത് ചെയ്യുന്നില്ല, ഈ കുട്ടിയെ കുളിപ്പിക്കാനോ ആക്കാനോ ഒന്നും വേറെ ആൾക്ക് വിട്ടുകൊടുക്കൂല, ഇവളെന്നെ ചെയ്യും. കാരണം അവിടെ ഉമ്മക്ക് അത് ശരിയാവുള്ള, കുളിപ്പിക്കും, കുറെ വെള്ളം ആക്കാണ്, അതായത് ചെയ്യാണ്, ഇത് ചെയ്യാണ്, ശരിയാവുള്ള. സ്വന്തം വീട്ടിലായിരിക്കും, അവിടെയും കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. ഈ കുട്ടിനെ എവിടേക്കും കൈമാറാൻ സമ്മതിക്കൂല. കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്ന പോലെ ഈ കുട്ടിയായിട്ട് ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുവരുമ്പോ നാളെ ഈ കുട്ടി ഒരു കണക്കിനും ഉപയോഗപ്രദമല്ലാത്ത ഒരു പ്രസന്റിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. കാരണം കുട്ടിയെ ആഗ്രഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ, പ്രതീക്ഷകളെ പഠിച്ചിട്ടുള്ളൂ. കുട്ടിയുടെ പ്രതീക്ഷക്കനുസരിച്ച് വളരാൻ പറ്റുന്നില്ല, കുട്ടിയുടെ പ്രതീക്ഷക്കനുസരിച്ച് ആളുകൾ വരുന്നില്ല. കുട്ടി ഹസ്ബൻഡിന് എങ്ങനെ പ്രതീക്ഷിച്ചത്, നടന്നില്ല, ഡിവോഴ്സ് വേണം. കുട്ടി സുഹൃത്തുക്കൾ എങ്ങനെ പ്രതീക്ഷിച്ചത്, നടന്നില്ല, പറ്റൂല, വേറെ സുഹൃത്തുക്കൾ തേടി പോകും. ഒരു ജോലി ചെയ്യും, ഞാൻ പ്രതീക്ഷ പോലെ ജോലിയില്ല, അത് വിടും, അടുത്ത ജോലി. ഓടാൻ തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതം കഴിയുന്നത് വരെ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അറ്റാച്ച്മെന്റ്സിൽ നിൽക്കുന്നവർക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ഇമോഷണൽ എനർജി ലോക്കായി കിടക്കുന്നു എന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് റിലീസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെ റിലീസ് ചെയ്യാം എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, സറണ്ടർ ചെയ്യണം. ഞാൻ അറ്റാച്ച്മെന്റ്സിലാണ്, ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്, എനിക്ക് എവിടെയും ഒന്നും ഗ്രോത്ത് ഇല്ലാത്തതിന് കാരണം ഞാൻ വേറെ എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇവിടെ നമ്മൾ വെറുതെ ഒന്നിരിക്കാം, അല്ലെ? നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ പറയാറുണ്ടല്ലേ? ചില ആളുകൾ പറയുന്നുണ്ട്, ഒരു മിനിറ്റ് പോലും മര്യാദക്ക് കണ്ണടക്കാൻ പറ്റുന്നില്ല, ആ കണ്ണടച്ച അപ്പേക്കിന് കുറെ കാര്യങ്ങൾ മനസ്സിലോട്ട് വരികയാണ്. എങ്ങനെ വരാണ്ടിരിക്കുക? അത്രത്തോളം അറ്റാച്ച്മെന്റ്സ് നമ്മൾ നിൽക്കുന്നത്. ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 30 സെക്കൻഡ് കണ്ണടച്ചിരുന്നിട്ട് ബ്രീത്ത് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരു പോയിന്റിലോട്ട് എത്തിക്കാൻ പറ്റുന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എല്ലാവരും അറ്റാച്ച്ഡ് ആണ്. 30 സെക്കൻഡെങ്കിലും ഒരു കുറച്ച് നേരം കണ്ണടച്ചിട്ട് വേറെ ഒന്നും ബ്ലാങ്ക് ആയിട്ട് നമ്മൾ അത്രയും ഫീൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എല്ലാവരും പറയില്ലേ, ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. അല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നമ്മൾ പറയുമ്പോൾ നമ്മളൊന്നും ഒറ്റയ്ക്കല്ല, നമ്മുടെ ചിന്തകളിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ ചിന്തകളിലൂടെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ എല്ലാവരും ഒറ്റപ്പെടുത്തിയതിനു ശേഷം ഒറ്റയ്ക്ക് ഇരിക്കുന്ന രൂപങ്ങളല്ല. ആരൊക്കെ ഒറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്നെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എന്നിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ണടച്ച് എന്നെ പറ്റി ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റാച്ചിലാണ്. അപ്പോ സിറ്റിംഗ് വിത്ത് യുവർ സെൽഫ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഐ ആം ഇനഫ് ഫോർ മീ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ സിറ്റിംഗ് വിത്ത് യുവർ സെൽഫ്, നമ്മളെ കൂടെ ഇരിക്കുക, ഞാൻ എൻ്റെ കൂടെ ഇരിക്കുക.
ഞാനൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് ഇരുന്ന് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴേക്കും ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കിന് നമ്മൾ അറിയാണ്ട് ഫോണങ്ങ് എടുക്കും. അല്ലെ, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. വെറുതെ ഇരുന്നാ പ്രശ്നം, കുറെ ചിന്തകൾ വരും. ഈ വെറുതെ ഇരുന്ന അപ്പൊ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാന്ന് പറയാ അല്ലെ. പല ആളും ഡിസ്ട്രാക്ട് ചെയ്യണം. എങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യിക്കും? ഇത്രയും ചിന്തകളുള്ള ഒരാളെ നമുക്ക് എങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും? നമുക്ക് എങ്ങനെയാണ് ഡിസ്ട്രാക്ഷന്റെ ഒരു സയൻസോട് വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യും, ദേഷ്യമുണ്ടോ? നിങ്ങൾ പെട്ടെന്ന് ആ സ്വഭാവത്തെ മാറ്റിയിട്ട് ഈ ഒരു കാര്യം ചെയ്യണം. അയാളുടെ ഉള്ളിൽ ഓൾറെഡി ദേഷ്യം വന്നു. നമ്മൾ മാറ്റേണ്ടത് ആ ദേഷ്യം വരുന്ന പ്രക്രിയ, പ്രോസസ്സിനെയാണ് ഇല്ലാതാക്കേണ്ടത്. ദേഷ്യം വന്നാൽ ചെയ്യേണ്ട കാര്യത്തിനല്ല, ദേഷ്യം വരാനേ പാടില്ല. അപ്പൊ ഒരാളുടെ ഉള്ളിൽ ചിന്തകൾ വരേണ്ടത് അയാളെ പറ്റി അല്ല, അതിനപ്പുറത്തോട്ട് മറ്റുള്ളതിനെ പറ്റിയിട്ടാണോ എന്റെ ചിന്തയിലേക്ക് വരുന്നത്. ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം കുക്ക് ചെയ്യുന്ന സമയത്ത് മക്കളെ പറ്റിയിട്ടും കുക്ക് ചെയ്യുന്നതാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ ചിലപ്പോൾ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്, ഹസ്ബൻഡ് വേറെ ആരെ മീറ്റ് ചെയ്യുന്നത്, ഈ സംശയത്തിലോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഭയങ്കര ലാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. കാരണം ബീയിങ് യുവർ സെൽഫ്, ഐ ആം ഇനഫ് ഫോർ മീ എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ എങ്ങനെ സ്റ്റിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യം, നമ്മളിലേക്കുള്ള ഒരു ഗേറ്റ് വേ, ആ ഒരു അറ്റാച്ച്മെന്റിൽ നിന്ന് കണക്ഷനിലേക്ക് ഒരു ഗേറ്റ് വേ നമ്മൾ ഓപ്പൺ ചെയ്യണം. ആ ഗേറ്റ് വേ ആണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ആ സെൽഫ് ലവിനെ എപ്പോഴും ഇംപ്രൂവൈസ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ബട്ട് യഥാർത്ഥത്തിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് 10-15 മിനിറ്റ് ഒന്നും മെഡിറ്റേറ്റ് ചെയ്യേണ്ട. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ഇരുന്നിട്ട് നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ച് ഒന്ന് ചിരിച്ച് സമാധാനമായിട്ട് കണ്ണു തുറന്നാൽ മതി. പക്ഷെ നമ്മൾക്കൊന്നും അത് പറ്റൂല. ഒരു ഗൈഡൻസും കേൾക്കാതെ, ഒരു ഇയർഫോണും വെക്കാതെ, ഒരു നോർമൽ സൗണ്ടോ എന്തോ ഉണ്ടായിക്കോട്ടെ, അവിടെ ഇരുന്ന് കണ്ണും തുറന്നിരിക്കാൻ തന്നെ നമുക്ക് പേടിയാ. കാരണം എന്താ പറയുക, വെറുതെ ഇരുന്ന കുറെ ചിന്തകൾ വരും. ആ ഒരുപാട് ചിന്തകൾ വരാത്ത രീതിയിലേക്ക് ഇതിനെ പ്രാക്ടീസ് ചെയ്യിക്കുക, നമ്മൾ അതിലേക്ക് കൊണ്ടുവരിക. അപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ഞാൻ ചെയ്യിപ്പിക്കുക, ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യമാണ് എംപ്റ്റി കപ്പായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉള്ളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റണം. അതിനൊക്കെ ഓരോ പ്രാക്ടീസസ് ഉണ്ട്. ആ പ്രാക്ടീസസിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈവൻ ബ്രീത്തിന് വരെ ഈ ഒരു പറയുന്നതിൽ ഭയങ്കരമായ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബ്രീത്തിൽ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നില്ല. ആ ബ്രീത്ത് എടുക്കുമ്പോഴും നമ്മുടെ ഉള്ളില് മക്കളെ പറ്റിയിട്ടോ സുഹൃത്തുക്കളെ പറ്റിയിട്ടോ ബിസിനസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാരണങ്ങൾ മാത്രം നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈ ചിന്തകളെ എന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. എന്നിലേക്ക് കൊണ്ടുവന്നാൽ ഒരു ഡിവൈൻ ഫീല്, ഒരു ഡിവൈൻ റെൽമിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഡിവൈൻ റെൽമിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴേ എനിക്ക് ജനങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, മനുഷ്യന്മാരെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, മനുഷ്യന്മാരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മളൊക്കെ ഉള്ളിലുള്ള, നമ്മളിപ്പോ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, ഒരു എന്താ പറയാ ഇപ്പോ മെസ്സേജ് അയക്കുന്ന സമയത്തായിക്കോട്ടെ, ഇപ്പോ ചില ആളുകൾക്ക് രാത്രി, ഇപ്പൊ നാളെ രാവിലെ പോയിട്ട് വർക്കൊക്കെ ഉണ്ടാവും, രാത്രി ഇങ്ങനെ മെസ്സേജ് അയക്കുക, വിളിക്കുകയാണ്. നമുക്കറിയാം നാളെ പോയിട്ട് പണിയുണ്ട്, ഇന്ന് നേരത്തെ ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷെ ഇനിയിപ്പോ ഇവള് വിളിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ, വിളിക്കുക, സംസാരിക്കുക. ആ ആൾക്ക് വേണ്ട അത്ര സമയം ചെലവഴിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. നാളെ രാവിലെ പോയിട്ട് വർക്ക് ഉണ്ട്, ആ വർക്ക് എനിക്ക് കൃത്യമായി എന്റെ എംപവർ ചെയ്യാനോ ആ വർക്കിൽ എനിക്ക് കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഇന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പറ്റില്ല എന്നുള്ള ധാരണ ഉണ്ടായിട്ട് പോലും കഷ്ടപ്പെട്ടിട്ട്, ഇഷ്ടപ്പെട്ടിട്ടല്ല, കഷ്ടപ്പെട്ടിട്ട് അയാൾ എന്ത് വിചാരിക്കും, വാട്ട് ദേ തിങ്ക്, അവരെന്ത് വിചാരിക്കും, അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്താലോ, അവർക്ക് എന്തെങ്കിലും സങ്കടം വന്നാലോ, അവർക്ക് ദേഷ്യം വന്നാലോ, അവർക്ക് വെറുപ്പ് വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ സമയത്തെ മാറ്റി വെച്ചിട്ട് അവരുടെ സമയത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേർന്നു. ഇന്ന് രാവിലെ എണീറ്റിട്ട് ഈ ഫ്രസ്ട്രേഷനിൽ ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല, എങ്ങനെ സമയം ലേറ്റ് ആയിട്ടുണ്ടാവും, വർക്കിന് കയറി ചെല്ലുന്നു, അവിടെ ഭയങ്കര ബഹളമാവുന്നു, അവിടെ മാനേജറിന് കുറെ ചീത്ത കിട്ടുന്നു, ആ ദിവസം മൊത്തം പോകുന്നു. എന്ത് കാരണം? ഇന്നലെ ഞാൻ എടുത്ത വാട്ട് ദേ തിങ്ക്, അവരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന ഡിസിഷൻ. അപ്പോൾ നമ്മൾ അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് നമ്മൾ പോലും അറിയുന്നില്ല, മറ്റൊരാളിലേക്ക് മാത്രം നമ്മൾ സമയത്തെ കൊടുക്കുന്നു. നമ്മളിലേക്ക് ഒരു സമയം കൊടുത്ത് നമ്മളെ ഡെവലപ്പ് ചെയ്ത് നമ്മളുടെ സ്പേസിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുമ്പോൾ, കുറേ കാലം കഴിയുമ്പോൾ, ഒരു 60-70 വയസ്സുള്ള പ്രായമുള്ള ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാല് അവർ പറയുന്ന 2 കാര്യമാണ്. മക്കളെ, സമയം നിങ്ങൾ കാത്തുക്കൂല കേട്ടോ, സമയം കാത്തിരിക്കൂല, സമയത്തിന് വാല്യൂ ചെയ്യണം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് സെൽഫിഷ് ആവണം അല്ലേ സർ? സെൽഫിഷിന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, ആ സെൽഫിഷ് എന്ന് പറയുന്ന വാക്ക് ഇതിലില്ല. കാരണം ഇവിടെ നമ്മളിപ്പോ, ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ, അപ്പൊ ഞാൻ അതിലോട്ട് വരാം.
അതായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാല് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സമയത്തെ ശ്രദ്ധിക്കണം. സമയം നിങ്ങളെ കാത്തിരിക്കൂല, കാലം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കൂല. അതുകൊണ്ട് സമയം വെറുതെ നഷ്ടപ്പെടുത്തരുത് എന്നും പറയും. രണ്ടാമത്തത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം കേട്ടോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ചോദിച്ചാൽ മതി. കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ജീവിതത്തെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് കുറച്ചൊക്കെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. വെറും മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്. നിങ്ങൾക്കും കൂടെ നിങ്ങൾ വേണ്ടി ജീവിക്കണം, അല്ലെ? അതിനൊരു സെൽഫിഷ് ആവുക എന്ന് പറയുമ്പോൾ മറ്റുള്ളതൊന്നും വേണ്ട, ഞാൻ മാത്രം മതി എന്ന് പറയുന്ന സെൽഫിഷ്. ഇവിടെ നമ്മൾ ആ സെൽഫിഷ് എന്ന് പറയുന്ന അറ്റാച്ച്മെന്റ് ആണ്. സെൽഫിഷ് എന്ന് പറയുന്ന അറ്റാച്ച്മെന്റ് ആണ്. സെൽഫ് എന്ന് പറയുന്ന സാധനത്തിന് മാത്രം ആലോചിക്കുക. സെൽഫ് എന്ന് പറയുമ്പോൾ ഞാൻ മാത്രം എന്നുള്ളതിന് കണക്കില്ല ഇവിടെ. ഞാൻ എന്നിലേക്ക് മാത്രം എന്റെ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അത് അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ്സിന് നമ്മൾ ആ നോ യുവർ അറ്റാച്ച്മെന്റ്സ് കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് എന്റെ എനർജി നമ്മളൊരു ബാറ്ററി പോലെ വെക്കുകയാണ്. ഒരു 100% ചാർജ് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഈ എനർജിയിൽ 50% എനിക്ക് മറ്റൊരാൾക്കും കൊടുക്കാം, 50% എനിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെക്കുമ്പോഴാണ് അത് കണക്റ്റഡ് ആവുന്നത്. നേരെ മറിച്ച് എന്റെ 100% എന്റെ ഇമോഷണൽ എനർജി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് അറ്റാച്ച്മെന്റ് ആണ്. അതേപോലെ എന്റെ 100% എനിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴും അത് അറ്റാച്ച്മെന്റ് ആണ്. ഓക്കെ, സെൽഫിഷ് ആവാൻ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. സെൽഫിഷ്നെസ്, സെൽഫിനെ പറ്റി പറയുമ്പോൾ സെൽഫിഷ് നമുക്ക് തോന്നുന്നത് തന്നെ നമ്മൾ ഓൾറെഡി നമ്മളൊക്കെ, അത് ആരും തെറ്റല്ല, നമ്മളെല്ലാവരും എന്തൊക്കെയോ അറ്റാച്ച്മെന്റിൽ കിടക്കുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ എന്നെ മാത്രം നോക്കുക, ആ ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെ പറയുന്നത്. നമ്മളെ ശ്രദ്ധിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ വിട്ടുപോവാതിരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിലെ ഇൻഡിവിജ്വാലിറ്റിനെ മനസ്സിലാക്കാതെ മറ്റൊരാളിലേക്ക് ലയിച്ചു പോകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം എന്നെ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ള ഒരു അർത്ഥം അതിനില്ല. എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മറ്റൊരാളെ ശ്രദ്ധിക്കുക, എന്നെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുക, എന്നോട് കരുണ കാണിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുക, എന്നെ ഭക്ഷണം കഴിപ്പിച്ച് ഞാൻ മറ്റൊരാൾ ഭക്ഷണം കഴിപ്പിക്കുക. എല്ലാതും എന്നിലൂടെ മറ്റൊരാളിലേക്ക് ഞാൻ ഡെലിവർ ചെയ്തു. അപ്പോഴേ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന ഞാൻ ഇന്ന് പറഞ്ഞ ഒരു ക്ലയന്റിൽ തന്നെ ഒരാൾ മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. കാരണം ഇവർ പറയുന്ന രണ്ടുപേരും, നമ്മൾ കപ്പിൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ, രണ്ടുപേരും പറയുന്നത് ശരിയാണ്, പക്ഷെ പറയുന്ന സ്ലാങ്ങോ ടോണോ ആണ് പ്രശ്നം. അവര് പറയുന്ന ശൈലിയാണ് പ്രശ്നം. അതാണ് ഈഗോ ക്രിയേറ്റ് ചെയ്തത്. അല്ലാതെ പറയുന്ന ആശയങ്ങൾ രണ്ടുപേരുടെ സ്പേസ് നോക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും, ആരും ഇതിൽ തെറ്റുകാരായിരിക്കില്ല. പക്ഷെ ഒരാൾ അതിനെ ഡെലിവർ ചെയ്യുന്നത് അത്രത്തോളം ഇമോഷണൽ ആയ എനർജി മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ അത് അറ്റാച്ച്മെന്റിലോട്ട് പോകും. അപ്പൊ മറ്റൊരാൾക്ക് അത് കുറ്റപ്പെടുത്തലായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഹലോ, വോയിസ് ഒന്ന് ഓഫ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു സെൽഫിലേക്ക് മാറ്റിയെടുത്തിട്ട് ഞാൻ എന്നെ തന്നെ കണ്ടെത്തി എന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ എന്നെ സ്നേഹിച്ചിട്ട് എന്റെ കിണറിലെ വെള്ളം നിറച്ചിട്ട് ഞാൻ മറ്റൊരാൾക്ക് ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുക, അല്ലാതെ എന്റെ കിണറിലെ വെള്ളം വറ്റിയതിന് ശേഷം എനിക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാനോ മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല. മറ്റൊരാൾക്ക് വെള്ളം കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനാദ്യം ഞാൻ എന്നിലെ വെള്ളത്തെ കംപ്ലീറ്റ് ചെയ്യണം, എന്നിലെ സ്നേഹത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഐ ആം ഇനഫ് ഫോർ മീ, ഞാൻ തന്നെ മതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ഇത്രയേ ഉള്ളൂ, ഞാൻ തന്നെ മതി എന്ന് പറയുമ്പോഴും ഈ ലോകത്ത് ഇപ്പൊ തലവേദന ഉണ്ട്, ഈ തലവേദനയ്ക്ക് വേണ്ടി ഡോക്ടറെ അടുത്ത് വരുന്നു. ഈ ഡോക്ടർ അല്ല തലവേദന മാറ്റി കൊടുത്തത്, ആ തലവേദന മാറ്റാൻ അയാൾ ശരീരം തന്നെയാണ് പണിയെടുത്തത്. പക്ഷെ ആ ശരീരം പണിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള സജഷനാണ് ഡോക്ടർ കൊടുക്കുന്നത്. കാരണം അയാളുടെ വേദന അയാൾ തന്നെയാണ് മാറ്റുന്നത്. ശരീരത്തിന്റെ പ്രൈമറി ഹീലിങ്ങും സെക്കൻഡറി ഹീലിങ്ങും ശരീരം തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആരും മരുന്ന് കൊടുത്തിട്ടല്ല ഹീലിംഗ് നടക്കുന്നത്. മരുന്ന് ആ ഹീലിങ്ങിനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഹീലിങ്ങിനെ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്ന എന്തോ സാധനത്തിനെ ഈ മരുന്ന് കൊണ്ട് ഇല്ലാതാക്കുമ്പോൾ ആ ഹീലിങ്ങിനുള്ള സിസ്റ്റം ശരീരം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാല് ഒരു മരുന്നും പുരട്ടാതെ തന്നെ ആ മുറിവ് ഹീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ശരീരം തന്നെ എല്ലാ മുറിവുകളും ഹീൽ ചെയ്യുന്നത്, മനസ്സ് തന്നെയാണ് എല്ലാ മുറിവുകളും ഹീൽ ചെയ്യുന്നത്. പക്ഷെ ആ ഹീൽ ചെയ്യേണ്ട രീതികളെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഞാൻ കാരണമല്ല ഒരാളുടെ മുറിവ് മാറുന്നത്, എന്റെ മരുന്ന് കാരണമല്ല അയാളുടെ അസുഖം മാറുന്നത്. ഒന്നും ഒന്നിനേറ്റ് ഡിപ്പെൻഡഡ് അല്ല, എല്ലാം നമ്മളിൽ തന്നെ ഉണ്ടാകുന്നത്. നമ്മളിൽ അത്തരം സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ, അത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്നെ തിരിച്ചറിയണം. എന്നിലേക്ക് ഞാൻ ഉള്ളിലേക്ക് ഒന്ന് കണ്ടിട്ട് ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റിലീസ് യുവർ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി 1 hour 45 minutes കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പൊ ഇതിൽ തന്നെ പൊതുവെ ഞാൻ പറയാറുണ്ട്,
ഒരു പാത്രത്തില് പൊടിയായ പാത്രത്തിലേക്ക് പാലൊഴിക്കുന്ന പോലെയാണ്. നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ പാത്രത്തിൽ ഒരുപാട് പൊടികളുണ്ട്. ഈ പൊടിയുള്ള പാത്രത്തിലേക്ക് പാല് നല്ല തൂവെള്ള പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ പാലിന് നിറം മാറി തുടങ്ങും. അങ്ങനെ ഈ പാല് പല പാത്രങ്ങളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പാത്രത്തിലും പൊടികൾ ഉണ്ടെങ്കിൽ ആ പാത്രത്തിലുള്ള എല്ലാ പാലിന്റെയും നിറം മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിലുള്ള എല്ലാ അറിവുകളും നല്ല അറിവുകൾ തന്നെയാണ്, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് നമ്മളിലേക്ക് എത്തുമ്പോൾ ഞാൻ എന്ന പാത്രത്തിന്റെ പൊടിയിലേക്ക് അത് എത്തുന്ന സമയത്ത് ഈ പൊടി കലർന്ന പാലായിട്ടാണ് എനിക്കത് കാണുക. അപ്പോൾ അതിന് ഒരുപാട് ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പൊ നല്ല ബന്ധങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും എനിക്കത് യൂസ് ചെയ്യാൻ പറ്റൂല. നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിലും എനിക്കൊരു സംതൃപ്തി തോന്നൂല. കാരണം ആ ബന്ധം വന്നത് എവിടേക്കാണ്? ഈ പൊടി പിടിച്ച് എന്റെ മനസ്സിലേക്കാ. ഈ പൊടി പിടിച്ച് ഈ പൊടിയെ ക്ലീൻ ചെയ്യാതെ, ഈ ഇമോഷണൽ ക്ലെൻസിങ് ഇല്ലാതെ എനിക്കൊരു ബന്ധത്തെ സ്വീകരിക്കാൻ പറ്റില്ല. ഒരാളെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അയാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അയാൾ അറിഞ്ഞ് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റാതെ, എനിക്ക് വേണ്ടി ജീവിക്കാൻ കഴിയാത്തടത്തോളം മറ്റൊരാളെ എനിക്ക് ജീവിപ്പിക്കാനോ അയാളിലേക്ക് ഒരു കാര്യം ഡെലിവർ ചെയ്യാനോ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അവിടെയാണ് ഐ ആം ഇന്നർ ഫോർ മീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഒരു സെൽഫ് ലവിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശം വരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ യൂനസ് ജി, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഞാനേ ഒരു മെഡിക്കൽ ഡോക്ടർ, ഞാൻ അമേരിക്കയിലാണെങ്കിലും നാട്ടിലെ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് പച്ചവെള്ളം പോലെ അറിയാവുന്ന ഒരാളാണ് കേട്ടോ, നാട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ചെയ്യുന്നത് പണ്ടത്തെ തലമുറയിൽ, പ്രീവിയസ് ജനറേഷനിലാണ് ഈ പാരൻസ് ഒക്കെ വളരെ ബ്ലൈൻഡ്ലി അറ്റാച്ച് ടു ദെയർ ചിൽഡ്രൻ. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയാണ്. അതിപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം ബിസി സ്പെൻഡിങ് ടൈം വാച്ചിങ് TV സീരിയലും. പിള്ളേരുടെ കാര്യത്തിൽ ഒന്നും തന്നെ ഇതില്ല. കാശ് കൊടുക്കും, അവർ ഒരു ATM ആയിട്ട് മാറി, അല്ലാതെ പാരന്റ് ആയിട്ടല്ല. പിള്ളേർക്ക് കാശ് കൊടുത്ത് നീ ഇരുന്നോ. ആ പിള്ളേർക്ക് സമയത്തോളം ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദി ലവ് ആൻഡ് ദി സോ കോൾഡ് ദി അറ്റാച്ച്മെന്റ് ഫ്രം ദെയർ പാരൻസ്. അപ്പോൾ അത് കാരണം അവരിപ്പോഴും ഈ അറ്റാച്ച്മെന്റ് എന്നുള്ള കാര്യം ഇതില്ല. അതാണ് ഞാൻ കാണുന്നത്. നല്ലൊരു ശതമാനം അവർക്ക് ദേ ആർ സ്ട്രേഞ്ചേഴ്സ്. ആ പാരൻസിന് പിള്ളേർ തന്നെ നന്നായിട്ട് അറിഞ്ഞൂടാ, പിള്ളേർക്ക് പാരൻസിനെ അറിഞ്ഞൂടാ. ദേ ആർ ലിവിങ് അണ്ടർ ദി സെയിം റൂഫ് ആൻഡ് ദാറ്റ്സ് ഓൾ. അത് കാരണം ദാറ്റ് ഇസ് എൻ്റെ ഒബ്സർവേഷൻ, ദാറ്റ് ഇസ് ദി ഫാക്ട്. താങ്ക് യു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ ഇന്നിപ്പോ പാരന്റിങ്ങിലായിക്കോട്ടെ, പാരന്റ്സിലായിക്കോട്ടെ, ഈ പറയുന്ന കുട്ടികൾ അറിയാതെയും കുട്ടികളിലേക്ക് നോക്കാതെയും ജീവിക്കുക എന്ന് പറയുമ്പോഴും അവര് കുട്ടികളുടെ അറ്റാച്ച്മെന്റ്സ് മാത്രമല്ല, അവര് വേറെ എന്തിലൊക്കെ അറ്റാച്ച്ഡ് ആണ്. അവരവർ ചിലപ്പോൾ ബിസിനസ്സിൽ മാത്രം അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുകയായിരിക്കും. അപ്പോൾ മക്കളെ നോക്കാൻ നേരം ഉണ്ടാവില്ല. കാരണം അവർക്ക് അവരെ നോക്കാൻ പറ്റാത്തടത്തോളം കാലം, എനിക്ക് എന്നെ നോക്കാൻ പറ്റാത്തടത്തോളം കാലം എന്റെ മക്കളെ കൃത്യമായി ഒബ്സർവ് ചെയ്യാനോ കാണാനോ മനസ്സിലാക്കാനോ സ്നേഹിക്കാനോ പറ്റില്ല. ഇന്നത്തെ ജനറേഷൻ ഏറ്റവും ലാക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹം തന്നെയാണ്. കാരണം സ്നേഹത്തിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും നോക്കുന്നത്, എന്തിലൂടെയൊക്കെയോ അറ്റാച്ച്ഡ് ആണ്. ചിലപ്പോൾ മൊബൈൽ ഫോണിനോട് മാത്രം അറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ ടെക്നോളജിയോട് മാത്രം അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ വെറുതെ നമ്മളുടേതായ എന്തോ ഒരു ഹോബി, ചിലപ്പോൾ വെള്ളം അടിക്കുകയായിരിക്കും, അപ്പൊ അതിനോട് മാത്രം, മദ്യപാനത്തിൽ മാത്രം അറ്റാച്ച്ഡ് ആയി കിടക്കുന്നു. എന്തിന്റെയൊക്കെയോ മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു വിഷയത്തിലോട്ട് മാത്രം അറ്റാച്ച്ഡ് ആയിട്ട് ഈ മനുഷ്യന്മാർക്കുള്ള ഒരു വാല്യൂസ് നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ ഇപ്പൊ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഒരു കാര്യം ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളായിരിക്കാൻ, അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെന്റ് ആരോടും തോന്നാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇവിടെ സെൽഫ് ലവ് പ്രാക്ടീസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഇവിടെ വർക്ക്ഔട്ട് ആവും. അതായത് ഇവിടെ നമുക്ക് നമ്മളിലേക്ക് തിരിയുന്ന സമയത്ത് ഇപ്പോ ഈ പറയുന്ന ഒരൊറ്റ ടോപ്പിക് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടും. കാരണം ഇവിടെ എപ്പോഴും ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സെൽഫിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. സെൽഫിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ഞാനൊരു കാര്യത്തില് എന്റെ ഒരു കാര്യം ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്ന ഏറ്റവും ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, ഞാൻ ആദ്യം ഒന്ന് വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ തലയിലോട്ട് വരുന്നുണ്ടോ? ഞാൻ വെറുതെ ഇരിക്കുന്നില്ല. കാരണം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ എന്റെ ചുറ്റുമുണ്ട്, എന്റെ ചിന്തകളിലൂടെ എന്റെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് ഒരു സ്പേസിൽ, നമ്മളതായ ഒരു പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ ടൈമിൽ നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളെ പറ്റി ചിന്തിക്കാൻ നമ്മൾ ട്രെയിൻ ചെയ്യുക.
അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ആ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെ എഴുതി വെക്കുക. ആ ചിന്തകൾ എഴുതി വെക്കുകയും അതേപോലെ തന്നെ അതിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് അതിനെ പോസിറ്റീവ് ആയിരിക്കും. ആ ചിന്തകളിൽ നമ്മൾ അറ്റാച്ച്മെന്റ് നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പോൾ മനസ്സിലാവും. ഇത് കേട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ എഴുതി വെക്കുന്ന ചിന്തകളിൽ ഞാൻ അറ്റാച്ച്ഡ് ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ അറ്റാച്ച്മെന്റ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇത്ര അളവിൽ ഞാൻ കൊടുക്കണം, മക്കളെ ഞാൻ ഈ അളവിലേ സ്നേഹിക്കാൻ പാടുള്ളൂ, ഈ അളവിലേ ഞാൻ അവരെ നോക്കാൻ പാടുള്ളൂ. അപ്പോൾ പാരന്റിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് മനസ്സിലായി, ഇതൊരു ബേസിക് ഫൗണ്ടേഷൻ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞാനൊരു ജോലിക്ക് പോകുമ്പോഴും എൻ്റെ സുഹൃത്തുക്കളിലേക്ക് പോകുന്ന സമയത്തും എൻ്റെ കുടുംബത്തിലേക്ക് പോകുന്ന സമയത്തും ഭാര്യ, മക്കൾ, ഹസ്ബൻഡ്, ഫാമിലി എല്ലാ വെർട്ടിക്കലിൽ പോകുമ്പോഴും ഞാൻ ഇതിനെങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ള സെൽഫിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ഞാൻ എങ്ങനെയാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് ആ ചോദ്യത്തിന് ആദ്യം ഉത്തരം കിട്ടണം. രണ്ടാമത് അത് എങ്ങനെ മാറ്റണം, അതെങ്ങനെ മാറ്റണം എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. അതായത് ഓരോ ആളുകളിലേക്കും നമ്മൾ കൊടുക്കേണ്ട എനർജി ലിമിറ്റഡ് ആയിരിക്കണം. ഓവറായിട്ട് നമ്മുടെ സമയം അവരിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഓവറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരിങ്ങനെ പാമ്പർ ചെയ്യാതിരിക്കുക. കുട്ടികളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഓരോന്ന് ചെയ്ത് അവരെ ചിന്തകളിൽ മാത്രം ജീവിക്കാതിരിക്കുക. അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് എൻ്റെ ചിന്തകളിലേക്ക് എൻ്റെ സമയം ചെലവഴിച്ചിട്ട് എൻ്റെ ഹെൽത്തിനും എൻ്റെ മൈൻഡിനും എൻ്റെ സ്ട്രാറ്റജിയും എൻ്റെ ഒരു വിഷനും എൻ്റെ ഒരു മിഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും നേടിയെടുക്കുന്ന ഒരു പർപ്പസ്ഫുൾ ആക്കിയ ഒരു ലൈഫിന് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അത് സെൽഫിൽ തന്നെ ഒരാൾക്ക് പറ്റണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരാളുടെ സജഷൻ വേണ്ടി വരും, ഒരാളുടെ ഒപ്പീനിയൻ വേണ്ടി വരും, അപ്പോൾ ഒരാളുടെ ഹെൽപ്പ്, അങ്ങനത്തെ ഹെൽപ്പാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹെൽപ്പിലൂടെ ആയിരിക്കണം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, അയാൾക്ക് അയാളെ കാണാൻ പറ്റുന്നുണ്ടാവുക. കാരണം അത്രത്തോളം അറ്റാച്ച്മെന്റ് നിൽക്കുന്ന ഒരാൾക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അയാളെ കാണാൻ പറ്റാൻ ഒരു സാധ്യതയില്ല. അപ്പോ അതിൽ നിന്ന് നമ്മൾ വേറൊരാളുടെ ഒരു എക്സ്പേർട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല അഡ്വൈസേഴ്സും ഗൈഡൻസിലൂടെയൊക്കെ നമ്മൾ ആ സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തിരിച്ചറിയാനും മറ്റൊരാളിലേക്ക് ഇത് എത്ര കൊടുക്കണ്ടെന്നല്ല, കൊടുക്കാതിരിക്കുമ്പോൾ സെൽഫിഷായി കൊടുക്കണം. നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ കൊടുക്കണം. 100 രൂപയും കൊടുക്കുക എന്ന് പറയുന്നത് അത് പാടില്ല. കാരണം നമ്മളൊന്നും അല്ലാത്ത രീതിയിൽ പിന്നെ ബുദ്ധിമുട്ടുമ്പോൾ ചിലപ്പോൾ ഒരാളിൽ നിന്നും നമ്മളിലേക്ക് ചിലപ്പോൾ ഒരു സ്പേസ് നമ്മൾ പിന്നെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ വേറൊരാൾ തരും അല്ലെ. ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ തോട്ടെന്താ, ഞാൻ ഇയാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ആ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാണ്ടാവുന്ന ഒരു തോട്ട് ഒഴിവാക്കിയിട്ട് അയാളിലേക്ക് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാലും എൻ്റെ കയ്യിൽ 100 രൂപയുള്ളോ, 100ഉം കൊടുക്കരുത്. എനിക്ക് 30 രൂപ അത്യാവശ്യമാണോ, 70 കൊടുക്കുക, 30 എൻ്റെ കയ്യിൽ വെക്കുക. ആ 30 എൻ്റെ കാര്യങ്ങൾ നടക്കുക. ആ 30 പിന്നെ ഞാനൊരു ബാക്കി 70 ഞാൻ ഉണ്ടാക്കും. പക്ഷെ ഈ 30ഉം കൂട്ടി 100 അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ 0 കിടക്കുന്നത്. പിന്നെ എന്നെ പൊക്കാൻ ചിലപ്പോൾ വേറൊരാൾ വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്രയും സമയം നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിലും മറ്റൊരാളെ നോക്കുന്നതിലും അവർ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് കൊടുക്കുക, അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക. അതിലുപരി അവർക്ക് വേണ്ടാത്തതും നമ്മൾ കൊടുക്കുമ്പോൾ, അത് സ്നേഹമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ബന്ധനങ്ങളായി മാറും, അതൊരു കെട്ടുകളായി മാറും, ബുദ്ധിമുട്ടുകളായി മാറും. മനസ്സിലായോ? ഓക്കെ ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചോളൂ. ഹലോ. സൂപ്പർ സാർ, ആ, നല്ല ക്ലാസ്. പറഞ്ഞോളൂ. ശിലാമോഹൻ പറഞ്ഞോളൂ. സാറേ ക്ലാസ് ഒക്കെ സൂപ്പർ. ഇപ്പൊ ആകപ്പാടെ കൺഫ്യൂസ്ഡ് കുറച്ച് കൺഫ്യൂഷൻ ആണ് ടോപ്പിക്. അത് ഇനി ഒന്നുകൂടെ എല്ലാം വായിച്ച് മനസ്സിലാക്കി സെൽഫിലേക്ക് വരണം. ടൈം എടുത്ത് മനസ്സിലാക്കാൻ നല്ല ടൈം എടുത്ത്. ഇത് ഫൗണ്ടേഷനാ. ഈ ഫൗണ്ടേഷനിൽ നമുക്ക് എല്ലാവർക്കും പൊട്ടും, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും. കാരണം നമ്മളിപ്പോ ഞാൻ പ്രീമറായിട്ടും ക്ലാസ് എടുക്കുന്ന സമയത്തും അല്ലാതെയും നമ്മൾ നോ യുവർ അറ്റാച്ച്മെന്റ് ഒക്കെ എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ അത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പോയിന്റ്. കാരണം അത് 2-3 തവണ ആ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെ തന്നെ കിട്ടുള്ളൂ. അത് എല്ലാവരും, കാരണം ഞാനടക്കം നമ്മളൊക്കെ ഈ ലോകത്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒരുപാട് സാധ്യത വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയി കിടക്കുന്നോണ്ടാ നമുക്കൊന്നും വളരാൻ പറ്റാത്തത്. ഒരാൾക്ക് വളർച്ച ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലായി, എല്ലാ മനുഷ്യനും വളരാൻ കഴിയും. എല്ലാ മനുഷ്യനും ഇൻബിൽട്ട് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് വളർച്ച എന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ട്. പക്ഷെ നമ്മൾ ഗ്രോ ചെയ്യാൻ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുക. ആ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ബീയിങ് യുവർ സെൽഫ്,
എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ആദ്യം നമ്മൾ എത്തിക്കഴിഞ്ഞാലേ നമ്മൾ മറ്റുള്ളവരിലേക്ക് വേണ്ടി പോലും നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള ധാരണ കിട്ടണമെങ്കിൽ ഞാൻ എനിക്ക് എന്താ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ എത്തണം. ഓക്കെ സാറേ. ഒരു 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 ശരിക്കും ഒരു ലേഡിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എന്താണ് അവരുടെ ഒരു മാരേജ് ലൈഫ് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഹസ്ബൻഡിനും മക്കൾക്കുമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് അങ്ങ് മാറുമല്ലേ സാധാ കേസിൽ. പക്ഷെ ഈ ഒരു തിരിച്ചറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളിലേക്ക് തിരിയാനും നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. എന്താണെങ്കിലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. താങ്ക് യു സാർ. ഹലോ സാർ. ഹലോ. ആ സാർ, ഈ അറ്റാച്ച്മെന്റ് പൊസസീവ്നെസ് ചില കേസിൽ പൊസസീവ്നെസ്സിലോട്ട് നയിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് റിലീസ് ആവാൻ വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ശരിക്കും പൊസസീവ്നെസ് എന്ന് പറയുന്ന സമയത്ത് അതിന് ഒരുപാട് വെർട്ടിക്കൽ ഉണ്ട്. കാരണം പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു സുപ്പീരിയറിറ്റി ഓർ ഇൻഫീരിയറിറ്റി ഈഗോ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ചില കേസുകളിൽ അതൊരു ഭയങ്കര ഈഗോ ക്രിയേറ്റ് ചെയ്യും. അത് നല്ലൊരു സുപ്പീരിയറിറ്റി, കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവണം, എന്റെ കൂടെ തന്നെ ഇരിക്കണം, ഞാൻ പറയുന്ന രീതി തന്നെ, കുടുംബത്തിനൊന്നും വേണ്ട. അപ്പൊ ഹസ്ബൻഡ് വൈഫാണ്, വൈഫ് പറയാണ് എന്റെ കൂടെ തന്നെ ജോലിക്ക് വരെ പോകണ്ട എന്ന് പറഞ്ഞ ഒരു പൊസസീവ്നെസ് വരെ ഉണ്ട്. കാരണം ഒന്നും വേണ്ടാതെ 24 മണിക്കൂർ എന്റെ കൂടെ ഇരിക്കണം എന്ന് പറയുന്ന പൊസസീവ്നെസ് ഉണ്ട്. അല്ലെങ്കിൽ എന്നെ ഒന്ന് എടുത്ത് നോക്കണം, കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ പൊസസീവ്നെസ് ഉണ്ട്. അല്ലെങ്കിൽ എന്നെ മൈൻഡ് ചെയ്യാത്തതിന്റെ ഡിപ്രഷൻ അടിച്ചുള്ള ഒരു പൊസസീവ്നെസ് ഉണ്ട്, പറയാൻ പറ്റാത്ത. അങ്ങനെ ഓരോ തരത്തിലാണ് ഈ പൊസസീവ്നെസ് വർക്ക് ആവുന്നത്. അപ്പോൾ പൊസസീവ്നെസ് എന്ന് പറയുന്നതിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. കാരണം അയാളിലെ പ്രതീക്ഷകൾ ഒരുപാട് കൂടിയതിന്റെ ഭാഗമായിട്ട് അയാളിലേക്ക് അത് കിട്ടാതായതോടെ അയാളിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. പിന്നെ ആ പറയുന്ന വ്യക്തി ആയിരിക്കണം എന്നില്ല ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്വഭാവത്തിലും നല്ല രീതിയിൽ സ്നേഹവും കാര്യങ്ങളും ഡെലിവറി ചെയ്ത ഒരാള് മെല്ലെ 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 ആ ഒരു അയാളുടെ ലൈഫിൽ മര്യാദക്ക് സ്നേഹം കിട്ടാത്ത, പൊതുവെ പൊസസീവ്നെസ് ഞാൻ കണ്ടിട്ടുള്ളത് ലൈഫിൽ സ്നേഹത്തെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാതെ ടോക്സിക് പാരന്റിങ്, അതുപോലെ തന്നെ എന്താണ് ലൈഫിൽ എവിടെയും സ്നേഹിക്കാൻ ആ എല്ലാവരും വെറുത്തിട്ട് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് അങ്ങനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സുഹൃത്തായ സമയത്ത് ഒരാൾ മാത്രം ഇയാൾ ഒരുപാടങ്ങ് സ്നേഹിക്കുന്ന സമയത്ത് ഈ സ്നേഹത്തെ ഇയാൾ ഡിഫൈൻ ചെയ്യാൻ അതിലൂടെ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അത് മാത്രമാണ് സ്നേഹം, ഇയാൾക്ക് മാത്രം എന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ആ സ്നേഹത്തിനെ മാത്രം വാല്യൂ ചെയ്യുന്ന ഒരു പൊസസീവ്നെസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. ആ പൊസസീവ്നെസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ആള് മാത്രമേ അയാളെ സ്നേഹിക്കുന്നുള്ളൂ. അത് അറ്റാച്ച്മെന്റ്സിന്റെ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അയാളിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ക്രിയേറ്റ് ചെയ്യും. കാരണം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് ഇയാളെ ഇഷ്ടത്തിന് മാത്രം തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഇല്ലാതാവും. എപ്പോഴും അയാളെ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അയാളെ മാത്രം നോക്കുക. ജോലിക്ക് പോലും നമ്മൾക്ക് അങ്ങനെ ചില പേഷ്യൻസ് തന്നെ വന്നിട്ടുണ്ട്, ജോലിക്ക് പോലും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കണം, ചെലവുകൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോളും, ചെലവിനെ പറ്റി ഒരു ടെൻഷനോ പേടിയോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചാൽ മതി, പട്ടിണി ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയത്തക്ക രീതിയിൽ പോസിറ്റീവ്നെസ് വരെ വരാം. പക്ഷെ അങ്ങനത്തെ ആ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് പോകുന്ന സമയത്ത് അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്. കൃത്യമായ അതിന് വൂണ്ട് കിടപ്പുണ്ടാവും ലൈഫിൽ. എവിടെയൊക്കെ ചിലപ്പോൾ ടോക്സിക് പാരന്റിങ് ആയിരിക്കും ആ വൂണ്ട് കിടക്കുന്നുണ്ടാവുക. ചൈൽഡ് കോൺഷ്യസ്നെസ്സിൽ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് പെട്ടെന്ന് അങ്ങ് തുടങ്ങിയതൊന്നും ആയിരിക്കില്ല. അതങ്ങനെ ആ ജീവിതം വളരുന്നതിലൂടെ ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസങ്ങളിലൂടെയാണ് അത്തരം അനുഭവങ്ങളിലേക്ക് ആ ആള് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ആ ഒരു വൂണ്ടുകളെ ഹീൽ ചെയ്യണം. ആ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഇന്നർ ചൈൽഡിൽ കിടക്കുന്ന പ്രശ്നങ്ങളെ ഹീൽ ചെയ്യുന്നതിലൂടെയാണ് അയാളുടെ പൊസസീവ്നെസ് ഇല്ലാണ്ടായി തുടങ്ങുന്നത്. താങ്ക് യു സർ. താങ്ക് യു. ഹലോ ഡോക്ടർ. അതായത് നമ്മളിപ്പോ ഒരാള് ഇപ്പൊ ഇമോഷണലി എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ച് ഇത് അവരുടെ ഫീലിങ്സ്, അതായത് നമ്മളത് ഓക്കെ അത് നമ്മൾ പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഇതന്നെ പുതിയൊരു ഏരിയ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അറ്റാച്ച്മെന്റിൽ വരുന്നതാണോ അതോ നോർമലി ഒരാളോടുള്ള എമ്പതിയിൽ വരുന്നതാണോ? അതിന്റെ ഉദ്ദേശം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ആ ഉദ്ദേശത്തെ ഡിപ്പെൻഡ് ചെയ്യും. നല്ല ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ എമ്പതി നമ്മൾ നോർമലായിട്ട് കണക്ഷൻ ആയിട്ട് കണക്കാക്കാം. അതിന്റെ ഉദ്ദേശം അയാളിൽ നിന്നുള്ള എന്തോ റിട്ടേൺസ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് അറ്റാച്ച്മെന്റ്സ് ആയിട്ട് കണക്കാക്കാം. അല്ല, അയാള് ഹീൽ ആവണം, അല്ലെങ്കിൽ ഇപ്പോ ഇമോഷണലി എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ഹീൽ ആവണം. ഈവൻ നമുക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഇല്ല, അയാൾ ഹീൽ ആവണം, അയാൾ കുറച്ചുകൂടെ
നന്നായിട്ട് അയാളുടെ ലൈഫൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാരണം നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു, അതിനു വേണ്ടി ടൈം കണ്ടെത്തുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എമ്പതിയിലല്ല വരെ, അറ്റാച്ച്മെന്റിൽ വരില്ലല്ലോ. അല്ല, അത് അറ്റാച്ച്മെന്റ്സ് അല്ല. അത് നമുക്ക് അയാളിൽ നല്ല ഉദ്ദേശത്തോടെ തന്നെ അയാളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പണി അത് തന്നെയാണ്. അപ്പൊ ആ നല്ല ഉദ്ദേശത്തോടെ അയാളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ആ ഒരു സ്പേസിലാണ് അത് ഉണ്ടാവുന്നതെങ്കിൽ, ചെയ്യുന്നതെങ്കിൽ അത് നല്ല കാര്യം തന്നെയായിരിക്കും. അപ്പൊ നല്ല റിസൾട്ടുകൾ വരികയും ചെയ്യും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി, അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ ഇപ്പോ ബിസി ഷെഡ്യൂളിലൊക്കെ പോകുന്ന ആൾക്കാരിൽ അതിൽ ഒരു പാർട്ട്ണർ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ആവാൻ താല്പര്യമുള്ള ആൾക്കാരോ അങ്ങനെയൊക്കെ ആയിരിക്കും. ചിലർക്ക് അത് സ്ട്രെസ് ഉണ്ടെങ്കിലും റിലാക്സ് ആവണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നിങ്ങളും കൂടെ വേണം. കാരണം പാർട്ട്നേഴ്സ് ആകുമ്പോൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യാനോ കാര്യങ്ങളോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളും കൂടെ വേണം, നമുക്കൊരു ടൈം വേണം, നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതൊന്നും ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ള രീതിയിലല്ല, അത് ബേസിക് ആയിട്ടുള്ള നീഡ് ആയിട്ടുള്ളതല്ലേ ഒരു റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ. അതെ, അതൊക്കെ വേണം. അതൊക്കെ നമ്മളെ ഇപ്പൊ എന്താണ്, എനിക്ക് ടൈം വേണം എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ടൈം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുടുംബത്തിന് ടൈം കൊടുക്കാണ്ടാവും. അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്റെ സെൽഫ് ലവിൽ നിന്നാണ് എന്റെ കുടുംബത്തിന് വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി എന്റെ കാര്യങ്ങളൊക്കെ, ഞാനിപ്പോ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയാണ്ട്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് മാതാവ് അല്ലെങ്കിൽ അമ്മമാര് ഭയങ്കര ദേഷ്യമാവുന്നതും ഫ്രസ്ട്രേറ്റഡ് ആവുന്നതും പലപ്പോഴും ചില ആളുകൾ കംപ്ലൈന്റ് പറയാറുണ്ട്. അതെങ്ങനെ മാറ്റിയെടുക്കും? അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് വെച്ചാൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തതോ അല്ലെങ്കിൽ ലേറ്റ് ആക്കുന്നതോ അല്ല. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഒരുപാട് പണികളുണ്ട്, ഈ പണികളൊന്നും ചെയ്ത് തീർന്നിട്ടില്ല, ഇതെല്ലാം ആണ് അതിനുള്ളില്. അപ്പൊ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കുട്ടിയും കുട്ടിയുടെ പിന്നാലെ പോയതാണ് അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നത്. അത് ആദ്യം കുട്ടിക്ക് ഇപ്പോ നമുക്ക് അറിയാം, ഇടക്കിടക്ക് ചെറിയ ചെറിയ ഭക്ഷണങ്ങളോ കാര്യങ്ങളോ കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ വിശപ്പുണ്ടാവില്ല. അവരൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇടക്കിടക്ക് എന്തെങ്കിലും കൊടുക്കുക, ജ്യൂസ് എടുക്കുക, വെള്ളം കൊടുക്കുക, എന്നിട്ട് ഇവര് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക, പണികളെല്ലാം തീർത്തിട്ട് സമാധാനമായിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക. അവിടെ നമുക്ക് കുറച്ച് നേരം വൈകിയായാലും കുട്ടി, നമ്മളിപ്പോ ടിവിയും ഫോണൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് മെല്ലെ മെല്ലെ ഭക്ഷണം കൊടുക്കാനും കളിപ്പിക്കാനും ചിരിപ്പിക്കാനും നമുക്ക് ദേഷ്യവും വെറുപ്പോ ഒന്നും ഫീൽ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് എപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ? എന്റെ നീഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. എന്റെ നീഡ് കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ മറ്റൊരാളെ കെയർ ചെയ്യുമ്പോൾ എന്റെ നീഡ് ബാക്കിയുണ്ടല്ലോ എന്നൊരു ഫ്രസ്ട്രേഷനും അത് തീർക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യവും എല്ലാം നമ്മൾ ഇവിടെ ഈ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ നോക്കുന്ന ഒരാളിലേക്ക് നമ്മൾ കൊടുക്കും. ഇതാണ് നമ്മൾ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നീഡ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റൊരാൾക്കൊന്നും കൊടുക്കരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യമില്ല. ആ കിട്ടുന്ന ഒരാൾക്കും അത് മര്യാദക്ക് കിട്ടുന്നില്ല, നമുക്കാണെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പൊ നമ്മുടെ നീഡ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതനുസരിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് കുട്ടിക്കൊന്നും കൊടുക്കണമെന്നല്ല. അതിന് ഓരോന്നും കൃത്യമായി സ്കെഡ്യൂൾ ചെയ്ത് എന്റെ പണികൾ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി, എന്റെ കാര്യങ്ങൾ കൃത്യമായി ഫാസ്റ്റ് ചെയ്ത് അതിന് കൃത്യമായ സ്കെഡ്യൂൾ കൃത്യമാക്കി അത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കൃത്യമായ രീതിയിൽ അത് മാനേജ് ചെയ്യാനും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ ഐ ആം ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കരുത്. ആ കുട്ടികളിലേക്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോട് പഠിക്കുക. അതാണ് ഇന്റൻഷൻ, ദ പവർ ഓഫ് ഇന്റൻഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇന്റൻഷനിലൂടെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ, നല്ലൊരു ഇന്റൻഷനിലൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അപ്പൊ നമുക്ക് എല്ലാത്തിനും സമയവും വാല്യൂസും കിട്ടും. അപ്പൊ നമുക്ക് സമയത്തിന്, ഇപ്പൊ എന്റെ വൈഫ് പറയാണ്, നമുക്ക് സൺഡേ അല്ലേ, നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം, നമുക്കൊന്ന് പോവാം. അത് നല്ല അങ്ങനത്തെ കാര്യങ്ങളോട് വരണം. അങ്ങനത്തെ കാര്യങ്ങൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ എപ്പോഴേ പറ്റുള്ളൂ. നമ്മുടെ സമയങ്ങൾ നമ്മളെ കാര്യങ്ങൾ ചെയ്ത് തീർത്താലേ പറ്റൂ. നമ്മളെ കാര്യങ്ങൾ ചെയ്ത് തീർത്തുമ്പോൾ, എന്റെ വൈഫ് അവളുടെ കാര്യങ്ങളും ചെയ്ത് തീർക്കുന്നു, ഞാൻ എന്റെ കാര്യങ്ങളും ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടും. ഇത് രണ്ടും ചെയ്യാതെ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പോൾ അവൾക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ എന്നോടും തീർക്കും, എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഞാൻ അവിടെയും തീർക്കും. അപ്പൊ ഒരുമിച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ദേഷ്യവും പ്രശ്നങ്ങളും ഉണ്ടാവും. അതിന് പകരം രണ്ടുപേരുടെ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം രണ്ടുപേരും ഒരുമിച്ചൊരു സമയം ഫിക്സ് ചെയ്തിട്ട് ആ സമയത്ത് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, ഭയങ്കര ഫ്രീഡം ആയിരിക്കും അവിടെ. ആ ഒരു പോയിന്റിലാണ് അവിടെ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ, വേറെന്തെങ്കിലും? സാറേ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നമ്മൾ ഏകദേശം 1 മണിക്കൂർ സെഷനാണ് കണ്ടിരുന്നത് വിത്ത് Q&A സെഷൻ. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഡൗട്ട്സുകളൊക്കെ സാറ് ക്ലിയർ ചെയ്ത് തന്നു.
തീർച്ചയായിട്ടും സാറ് പറഞ്ഞ നേരത്തെ സാറോട് പറഞ്ഞതുപോലെ തന്നെ അറ്റാച്ച്മെന്റ്, നോ യുവർ അറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ നേരത്തെ ഒരു വെബിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മുടെ അക്കാദമിയുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. അതും നിങ്ങൾ കാണുക, ഇതായിട്ട് കണക്ട് ചെയ്യുക. കൂടുതൽ നമുക്ക് അറിയാനും പഠിക്കാനൊക്കെ സാധിക്കട്ടെ. അതേപോലെ തന്നെ നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഒരു വർക്ക്ഷോപ്പ് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ 6th ബാച്ചാണ്. അതിൽ ശരിക്ക് ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗിൽ വരുന്ന അറ്റാച്ച്മെന്റും കണക്ഷനും ഒക്കെ വളരെ മനോഹരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഇത് നാളെ മുതൽ 5 ദിവസമാണ് ഇതിന്റെ വർക്ക്ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത ഡോക്ടർ യൂനുസ് സാറിന് എല്ലാവിധ സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.